ഗുഡ് മോർണിംഗ് എവ്രി വൺ. എല്ലാവർക്കും 7am ബിസിനസ് ക്ലബിന്റെ മറ്റൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് വേഴം ഓരോ വീക്കും നമ്മളിങ്ങനെ കടന്നു പോകുന്നു. പുതിയ പുതിയ ആളുകളെ നമ്മൾ കാണുകയാണ്. അവർ വന്ന വഴിയിൽ അവർ പഠിച്ച കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്ക് വയ്ക്കാൻ ആവുന്നു. അതോടൊപ്പം ഓരോ ദിവസവും നമുക്ക് പുതിയ ഇൻസൈറ്റുകൾ ലഭിക്കുന്നു. ബിസിനസ്സിലുള്ള ആളുകൾക്ക് തന്നെ കുറേയേറെ കാര്യങ്ങൾ അവരുടെ ഡേ ടു ഡേ ബിസിനസ്സിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്. ബിക്കോസ് നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഹാഫ് സെഞ്ചുറിക്ക് അടുത്തിരിക്കുകയാണ്. നമ്മുടെ പ്രോജക്റ്റ് 100 days ആണ്. അതിന്റെ പകുതിയോളം നമ്മൾ എത്തിയിരിക്കുകയാണ്. ബിസിനസ്സിൽ ഇല്ലാത്ത ആളുകൾ ഇപ്പോൾ സോഫാർ ഒരു ബിസിനസ്സുകാരനല്ല എങ്കിലും അയാളുടെ മനസ്സിൽ ഒരു പക്ഷേ ഓണ്ടർപ്രണറായിട്ടുള്ള എന്തെങ്കിലും ഐഡിയകളുണ്ട്. നാളെ എനിക്കൊരു സ്ഥാപനം തുടങ്ങണം, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, അതിനൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കി കാത്തിരിക്കുന്ന ആളുകളുണ്ട് നിങ്ങളെ കൂട്ടത്തിൽ. അവരെ സംബന്ധിച്ചോളം കൂടുതൽ ഊർജവും കൂടുതൽ ധൈര്യവും കൂടുതൽ തിരിച്ചറിവുകളും ഒക്കെ തരുന്ന ഡിസ്കഷൻസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇന്ന് നമ്മോടൊപ്പം ഉള്ള വ്യക്തി ബേസിക്കലി അതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ 2004 ഞാൻ എൻ്റെ BCom കഴിയണത്. അപ്പോൾ കോളേജ് കഴിഞ്ഞ് അന്ന് എന്താണ് എന്ന് അടുത്തൊരു ചോദ്യമുണ്ട്, വാട്ട് ഈസ് നെക്സ്റ്റ്. ആ വാട്ട് ഈസ് നെക്സ്റ്റില് ഞാനും എൻ്റെ ഒരു സുഹൃത്തും മാത്രം ഒരു ധൈര്യമുള്ള തീരുമാനം എടുക്കുമായിരുന്നു. ഞങ്ങൾക്ക് IIM MBAക്ക് പഠിക്കണം. അന്നൊക്കെ അതൊന്നും സാധാരണ ഒരു പാരലൽ കോളേജിൽ നിന്ന് വരുന്ന എന്നെപ്പോലുള്ള ആളുകൾ ചിന്തിക്കാത്തൊരു കാര്യമാണ്. അങ്ങനെ അതിന് ആദ്യം നമുക്ക് CAT എന്നുള്ളൊരു സംവിധാനമുണ്ട്, ഒരു എൻട്രൻസ് ടെസ്റ്റിന്റെ ആവശ്യമുണ്ട്. ആ CAT എന്നുള്ളത് തന്നെ വലിയൊരു കടമ്പയാണ്. അതിനു വേണ്ടിയുള്ള ട്രെയിനിങ്, അതിനു വേണ്ടിയുള്ള ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെന്നൈയിൽ പോയി അത്യാവശ്യം വലിയ ഫീസൊക്കെ അടച്ചിട്ടാണ് ക്ലാസ്സിൽ കയറിയത്. ആ ഒരു കോഴ്സിന് ചേർന്നത് CAT എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട്. ആദ്യത്തെ ദിവസത്തെ ക്ലാസ് തുടങ്ങി ഫസ്റ്റ് ഒരു 1 hour തന്നെ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഇത് നമുക്ക് പറഞ്ഞ പണിയല്ല, അത്ര എളുപ്പമുള്ള കാര്യമല്ല, അവിടെ പറയുന്ന പലതും നമുക്ക് മനസ്സിലാവുന്നില്ല. പിന്നീട് ഞങ്ങൾ ഉദ്ദേശിച്ചു, ഓക്കെ ഏതായാലും ചെന്നൈയിൽ വന്നു, ഒന്ന് അടിച്ചു പൊളിക്കണം, പഠനം എന്തായാലും നടക്കില്ലെങ്കിലും ആ ഒരു അടിച്ചുപൊളിയിലോട്ട് മാറി. പിന്നീട് ആ ഒരു 5-6 മാസം അവിടെ നിന്നിട്ട് പോരുകയാണ് ചെയ്തത്. ബിക്കോസ് ഇറ്റ് വാസ് ഒരു BCom ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഒരു പക്ഷെ മനസ്സിലാവാത്ത ഒരുപാട് ടെർമിനോളജി ഒക്കെ ഉണ്ടായിരുന്നു. അതൊരു BSc ആ ഒരു ലെവലിൽ വരുന്ന ആൾക്കാണ് കൂടുതൽ സ്യൂട്ടബിൾ എന്ന് പിന്നീടാണ് മനസ്സിലായത്. ഓക്കെ, എനിവേ ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ്, അദ്ദേഹം IIM എന്നുള്ള ഒരു സംവിധാനം, അവിടുത്തെ MBA കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവിടെ അഹമ്മദാബാദ് IIM നിന്നും MBA എടുത്ത ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. So let us welcome this wonderful, probably an intellectual person. Good morning, Rahul. Hi. How are you? Good morning, everyone. It's quite Good early morning. in Dubai, and it's still early for India, so yeah. Hi. Yeah. രാഹുൽ എങ്ങനെയാണ്, ഒരു ഏർലി പേഴ്സൺ ആണോ അതോ ഒരു നൈറ്റ് ബേർഡ് ആണോ? ഇല്ല ഡെഫിനറ്റ്ലി ഈ MBA നിങ്ങൾ പറഞ്ഞ പോലെ, സാർ പറഞ്ഞ പോലെ MBA പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നൈറ്റ് പേഴ്സൺ ആയിരുന്നു, ബിക്കോസ് ദാറ്റ്സ് ഹൗ ദ ഹോൾ ഇക്കോസിസ്റ്റം വർക്ക്. പക്ഷെ ഇപ്പം നമ്മൾ വളരെ, ഞാനും വൈഫും പിള്ളേരും ഒക്കെ ഞങ്ങൾ വളരെ ഏർലി പീപ്പിൾ ആണ്. വി സ്ലീപ് പ്രോബ്ലി ബൈ 10-10:30 early latest, sometimes even by 9:30. അപ്പം പിള്ളേരും 7:30-8 മണിക്ക് ഉറങ്ങുന്ന ശീലമാണ്. 7 വയസ്സും 3 വയസ്സാണ് ഇപ്പം പ്രായം. അപ്പം വി സ്ലീപ് ക്വൈറ്റ് ഏർലി ആൻഡ് ഗെറ്റ് അപ്പ് ഏർലി ഓൾസോ. നോട്ട് സൂപ്പർ ഏർലി, ബട്ട് ഇന്നൊക്കെ 5:30 എഴുന്നേറ്റു. ദാറ്റ് കൈൻഡ് ഓഫ് ടൈം ഇസ് വെൻ ഐ ഗെറ്റ് അപ്പ്. ഓക്കെ, എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടം IIM എത്തിയത്? അതിനുവേണ്ടിയുള്ള കോച്ചിങ് CAT ഒക്കെ പോയി കാണുമല്ലോ അല്ലെ? അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? Okay, I don't know how relevant for the group, പക്ഷെ എന്തായാലും കോച്ചിങ് പറയാം. So നമുക്ക് ആദ്യം ഒന്ന് ഐസ് ബ്രേക്ക് ചെയ്യണല്ലോ, എന്നിട്ടല്ലേ അതിനുവേണ്ടി പറയാം, കഥയ്ക്ക് വേണ്ടി പറയാം. അപ്പം so CAT at that time was a paper test. It's an OCR multiple choice questions ആണ്. So 3 components ഉള്ള, ഒന്ന് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, 2 മാത്സ്, 1 ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 6 മാസം 1 വർഷം പ്രിപ്പയർ ചെയ്ത് GREയിൽ കുറച്ച് കാണപ്പാടം പോലെ പഠിച്ചിട്ട് കിട്ടാൻ ചാൻസ് കുറവാണ്. ബിക്കോസ് ഇത് കുറെ കോംപ്രിഹെൻഷനും അങ്ങനെയൊക്കെ ആയതുകൊണ്ട്. സോ ഒരു ഇൻട്രസ്റ്റ് ഓഫ് റീഡിങ് ചെറുപ്പം തൊട്ടേ പാരന്റ്സ് ഇൻകൾക്കേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ദാറ്റ് ഹെൽപ്. ആൻഡ് ഓബ്വിയസ്ലി ദെൻ writing tests is another skill, knowing English is another skill. So I think test taking skills were quite decent for me.
ആൻഡ് DI ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ലോജിക് ഒക്കെ innate ആയിട്ട് ഉണ്ടായിരുന്നു. Maths was tough for me. Ironically, I got the highest mark for maths, but I think that's just not really reflective. Maths എനിക്ക് intuitive ആയിട്ട് മനസ്സിലാവാത്ത ഒരാളാണ്. ലൈക്ക് പ്യുവർ മാത്ത്, അരിത്തമെറ്റിക് സ്ട്രോങ് ആണ്. അപ്പൊ ഇത് മൂന്നുമായിട്ട് ഞാൻ എല്ലാ ദിവസവും 1-2 മോക്ക് ടെസ്റ്റ് വെച്ച് 1 വർഷം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് തന്നെയാണ് കിട്ടിയത്. അപ്പൊ എന്റെ കൂടെ ഒരാളും കൂടെ പഠിച്ചിരുന്നു. അപ്പൊ നമ്മളൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ, 1,00,000 പേരിൽ അല്ലെങ്കിൽ 800 പേരിൽ ഒരാൾക്കേ കിട്ടുള്ളൂ. അങ്ങനത്തെ കണക്കൊന്നും കറക്റ്റ് അല്ല. പഠിച്ചാൽ കിട്ടുന്നത് ഞാൻ പഠിച്ച എന്റെ കൂടെ പഠിച്ച ആൾ 2 പേർക്കും കിട്ടി. അപ്പം അങ്ങനത്തെ കണക്ക് നമ്മൾ നോക്കൂല. 800 ഒരാളെ കിട്ടുള്ളൂ, ഇത്രയും പേര് ഇരിക്കുന്നില്ല, ആർക്കും കിട്ടില്ല, അങ്ങനെയൊക്കെ നോക്കിയിട്ട് എന്റെ അടുത്ത് കഥയില്ല. അതുകൂടെ എന്നിട്ട് പിന്നെ അന്ന് 6 IIMs ഉണ്ടായിരുന്നു. 6 IIMസിനും ഇന്റർവ്യൂ കിട്ടി. 6ലും കിട്ടി. അഹമ്മദാബാദ് ആയിരുന്നു ബെസ്റ്റ്. അതുകൊണ്ട് അഹമ്മദാബാദിൽ ജോയിൻ ചെയ്തു. ഇപ്പൊ ലിങ്ക്ഡിൻ നോക്കി എല്ലാവരും അഹമ്മദാബാദ്, ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞ് വെറുതെ 2 ആഴ്ച കോഴ്സിന് പോയിട്ട് ഇടുന്നുണ്ട്. ഞാൻ ശരിക്കും 2 വർഷം തന്നെ പഠിച്ചിട്ട് ഇട്ടേക്കുന്നതാണ്. ഏതായാലും അതൊരു എന്നെ സംബന്ധിച്ചോളം പേഴ്സണലി വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് IIMലെ വിദ്യാഭ്യാസം, MBA എന്നൊക്കെ പറയുന്നത്. എനിവേസ്, ഏതായാലും ഒരു സാധാരണ MBA എങ്കിലും എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. റൈറ്റ്. സോ രാഹുലിന്റെ ഫുൾ നെയിം രാഹുൽ എബ്രഹാം മാമൻ എന്നാണല്ലോ. സോ അച്ഛന്റെ പേര് ആണോ മാമൻ? ഫാദറിന്റെ പേര് മാമൻ ഇബ്രാഹിം എന്നാണ്. ഓക്കെ. ഫാദർ ബാങ്കറാണ്, ഫെഡറൽ ബാങ്കിലായിരുന്നു കൊച്ചിയിൽ, വേരിയസ് പാർട്സ് ഓഫ് കേരള ആൻഡ് ബോംബെ കുറച്ചാളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏർലി റിട്ടയർമെന്റ് എടുത്തു, VRS എടുത്തു. 44 ഇയേഴ്സ് തന്നെ ഏർലി റിട്ടയർമെന്റ് എടുത്തിട്ട് he started working in a family shop. നമുക്കൊരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു, MG Medicals എന്ന് പറഞ്ഞു, which is there since 1981. അപ്പം he started running that from 1999. So that because my grandfather was sick, so he had to come back. That's the main reason. Okay. ബേസിക്കലി ഞാനും വന്ന് MBA എന്നുള്ള സ്വപ്നമൊക്കെ മാറ്റിയിട്ട് പിന്നെ ഞാൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്തിരുന്നു. ഏകദേശം 2 വർഷം വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി എനിക്കറിയാം അവിടെ ഒരു മെഡിസിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഒരുപാടുണ്ടല്ലോ കേരളത്തിൽ. അത്തരം ഒരു സ്ഥാപനം ആണോ ഉള്ളത് താങ്കൾക്ക്? നമുക്ക് 2007 അന്നില്ലായിരുന്നു, അന്നൊരു മെഡിക്കൽ ഷോപ്പായിരുന്നു. 2007 പഠിച്ചു കഴിഞ്ഞ് 22 വയസ്സിൽ ഞാൻ ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനം തുടങ്ങി. അത് നമ്മൾ കൊച്ചിയിൽ വെച്ച് തുടങ്ങി. പിന്നെ അത് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ചെന്നൈ അങ്ങനെ കുറെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞ് 16 വർഷം കൊണ്ടായിരുന്നു, സുപ്രഭാതത്തിലല്ല. അപ്പം 15-16 വർഷം കൊണ്ട് നമ്മൾ ഓൾ കേരള പ്ലസ് സം അതർ പാർട്സ് ഓഫ് ഇന്ത്യ കൂടെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം പ്യുവർ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻസ് ഷോപ്സിൽ we have become the largest player in Kerala. So that we have built in the last 15-16 years. Now സ്ഥാപനത്തിന്റെ പേരെന്താണ്? മൾട്ടിപ്പിൾ ഫേംസ് ആണ്. ഞങ്ങൾ കുറെ അക്വിസിഷൻ ചെയ്തിട്ടാണ്. പക്ഷെ MPC എന്നാണ് ഹോൾഡിംഗ് കമ്പനിയുടെ പേര്, MPC ഫാർമ. അതിന്റെ അടിയിൽ പല ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് ഉണ്ട്. ബട്ട് നൗ സിൻസ് ഫോക്കസ് ഇസ് കംപ്ലീറ്റ്ലി ഓൺ ഹീൽ, ബിക്കോസ് ബിൽഡിംഗ് എ ബ്രാൻഡ് ഇസ്, മറ്റേ നമ്മളൊരു ഇന്റർമീഡിയറി മാത്രമാണല്ലോ. വി ആർ നോട്ട് ദ like we can always be disrupted. Either the principals can disrupt you, or somebody else can disrupt you, or the customer itself can avoid you, because non-exclusive distribution ആണ്. ഒരു ഗ്ലാക്സോയ്ക്ക് തന്നെ ഒരു സ്ഥലത്ത് 10 ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവാം. അപ്പം നമുക്ക് FMCG മാതിരി അല്ലല്ലോ. if you have worked in pharma, അപ്പം അതുള്ളപ്പം we are looking at building the brand. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിൽ ഇപ്പം it is pretty much something that I don't run personally. അതുകൊണ്ട് ഗ്രോത്തും ഇച്ചിരി ലിമിറ്റഡ് ആയിരിക്കും. We are not looking at growth, we are looking at keeping it profitable and growing very sustainably rather than trying to grow very fast. ഓക്കെ. സോ നിങ്ങളുടെയൊക്കെ അറിവിലോട്ട് വേണ്ടി പറയുകയാണെങ്കിൽ നമുക്ക് നാട്ടിൽ ഒരുപാട് മെഡിക്കൽ ഷോപ്പുകൾ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ മെഡിക്കൽ ഷോപ്പ് ഓരോ സിറ്റിയിലുണ്ട്. അത്തരം മെഡിക്കൽ ഷോപ്പിലോട്ട് മെഡിസിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കേരളത്തിലെ യു സെഡ് the largest in terms of volume of sales ആണോ നിങ്ങളുടെ distribution company? There are 2 components of the business. There is one where we are agents for some companies for all Kerala. That there are much bigger players than us because there are Sun Pharma agents and all that. So that is one part of the business. But pure distribution to medical shops and hospitals, we are the largest in Kerala. There are like supply chain channel, we are the largest. Okay. Apart from that, താങ്കൾ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടല്ലോ, Haeal എന്ന് പറഞ്ഞ ഹീൽ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്ന ഹീൽ extra.com കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം എടുത്തതായിരുന്നു. സോ ആ ഹീൽ is an FMCG company. So this was started because we are in pharma distribution. നമ്മൾ സാനിറ്റൈസർ വന്ന സമയത്ത് നമ്മൾ സാനിറ്റൈസർ വിറ്റു. അപ്പം വിൽക്കാൻ വേണ്ടി നമ്മുടെ ഒരു ബ്രാൻഡിൽ ഇറക്കിയാൽ കൊള്ളാന്ന് വിചാരിച്ചു. 2-3 മാസത്തെ ഒരു പ്ലാൻ ആയിട്ടാണ് നമ്മൾ വന്നത്. വി ഡു നോട്ട് തിങ്ക് ഇറ്റ് വിൽ ബി എ ലോങ് ടേം പ്ലേ, ആരും വിചാരിക്കുന്നില്ലല്ലോ. അപ്പൊ അന്ന് ഞങ്ങൾക്ക് ഫാർമ കമ്പനി ഹീൽ എന്നുള്ള പേരിൽ മെഡിസിൻസും ഉണ്ട്, വേർ വി ഹാവ് മെഡിക്കൽ റെപ്സ് വർക്കിംഗ് ഫോർ അസ് ഓൾസോ. അപ്പം അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ ഈ ഹീൽ എന്നുള്ള പേര് തന്നെ ഇറക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ച് നമ്മൾ ഇറക്കിയതാണ്. ഇറ്റ് വാസ് നോട്ട് മെന്റ് ടു ബി എ ബ്രാൻഡ്,
It was meant to be a very short-term opportunistic play. ഒരു കുറച്ച് മാസത്തേക്ക് വിൽക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തത്. പക്ഷേ അത് നമുക്ക് for whatever thing Cochin had or Kerala had a longer period of COVID awareness rather than actual COVID being too bad. So because of that, നമുക്കത് കുറേ നാൾ sustain ചെയ്യാൻ പറ്റി. അത് വന്നപ്പോൾ we thought of getting into new product lines and we got into personal care. Then we sponsored Kerala Blasters. I don't know how many of you know, but it's a big in Kerala, right? So ISL ne sponsor ചെയ്തു. Title അല്ലായിരുന്നു, second sponsor. Then we took Sanju Samson as a brand ambassador. We did a lot of marketing activities. Like outdoor, we did outdoor when nobody was spending, we were spending. In October 2020, we had a very large budget to spend because we had a COVID product that was selling and we were focusing on building the brand otherwise. And then we got into soaps, lotions, shampoos and stuff like that. And in the last 12 months, we've acquired 2 brands. Passcode എന്ന് പറഞ്ഞൊരു home care brand, Oro Clinics the brand, company പേര്, and we bought a company called Lora, LORA, which is a budget soap. ഒരു 20 രൂപ വരുന്ന MRP വരുന്ന ഒരു സോപ്പാണ്. ഇത് രണ്ട് കമ്പനി ഞങ്ങൾ ഈ കഴിഞ്ഞ 12 മാസത്തിൽ മേടിച്ചതാണ്. We have also tied up with നാൽപ്പാമര എന്ന് പറഞ്ഞ തൈക്കാട്ട് മൂസിന്റെ സോപ്പ്. We are the marketing agents for India and globe എന്നൊക്കെ പറയാം. പക്ഷെ കേരളത്തിലാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. We will probably bring that to the GCC in the next 12 months. ഇതാണ് ആ ബിസിനസ്. So the clear focus is building the brand. I think we have done reasonably well in Kerala. But in terms of distribution, if you do a survey, out of 10 shops, we might be in 2 or 3. I mean, across the state. So we would love to be in almost all stores in the next 2-3 years. After that, to have more products in these stores, even if you are there, like at least one product on a store ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഉള്ള സ്റ്റോറിൽ കൂടുതൽ പ്രൊഡക്റ്റ്, പിന്നെ മൂന്നാമത്തെ കാര്യം ഉള്ള പ്രൊഡക്റ്റ് ക്വാണ്ടിറ്റി കൂടുതൽ. ഈ 3 കാര്യങ്ങളാണല്ലോ ചെയ്യേണ്ട ഫസ്റ്റ്. സോ ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് we would love to build the brand in Kerala. After we build it very strongly, it's very it's very easy to go to the Gulf right now and try to do something there because sudden jump in volumes kittiyekam. But I think we've got 1 or 2 years more of building left here, and then go to West Kerala, which is where you sit. So come to GCC and build the brand there, because our products are not food products. Typically food products are very palate sensitive. It is only for certain like ethnicity or certain sort of people, whereas our personal care product should ideally appeal to across the board. So that is the whole idea. And a good percentage of shops or retail channel and distribution owned in GCC is by Mallus, and we are hopeful that we can leverage that relationship to be there. All right. So Rahul Abraham Mamman, അദ്ദേഹത്തിന്റെ ഒരു ബിസിനസിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ട്. പേഴ്സണൽ കെയർ ആണ് ഈ പറയുന്ന ഹീൽ എന്ന് പറയുന്ന ബ്രാൻഡ്. അതുകൂടാതെ മെഡിക്കൽ കമ്പനീസിന് അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്സിനെല്ലാം മരുന്നുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഉണ്ട്. ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഈസ് ഇൻ ടേംസ് ഓഫ് the category he said they are the largest players in the market in Kerala. All right. So നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ പോസ്റ്റിൽ കണ്ട പോലെ മാർക്കറ്റിംഗ് ബഡ്ജറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്തതും ഏറ്റവും മേജറായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ആളുകൾ അവയർനെസ് ഉണ്ടാക്കുക, ഇങ്ങനൊരു സംഗതി ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇങ്ങനൊരു പ്ലേസ് മാർക്കറ്റിലുണ്ട് എന്ന് അറിയിക്കൽ പണ്ടത്തെക്കാളൊക്കെ ഒരുപാട് നമ്മൾ ഇമ്പോർട്ടൻസ് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. ബിക്കോസ് അത്രത്തോളം ബഹളം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. നിങ്ങൾ ഏത് ഇൻഡസ്ട്രി എടുത്താലും, അത് എഡ്യൂക്കേഷൻ ആവട്ടെ, FMCG ആവട്ടെ, നിങ്ങൾ ചെയ്യുന്ന വേറെ നിങ്ങൾ ട്രേഡിംഗ് ആവട്ടെ, ഇനി നിങ്ങളൊരു ട്രെയിനർ ആവട്ടെ എങ്കിൽ പോലും അവിടെയും ഒരുപാട് പ്ലേയേഴ്സ് ഉള്ള ഒരു ഏരിയ ആണ്. സോ യു ഹാവ് ടു ബി വിസിബിൾ ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ആ ബഡ്ജറ്റ് നമുക്ക് എങ്ങനെ ഏറ്റവും ഒപ്റ്റിമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും, അതായത് നിങ്ങളൊരു 100 രൂപ സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട റിസൾട്ടിനെ എങ്ങനെ മാക്സിമം ആയിട്ട് കിട്ടാൻ സാധിക്കും, ഏറ്റവും ഒപ്റ്റിമൈസ് ചെയ്യാൻ ആ ഒരു എമൗണ്ടിന്, ആ ഒരു സ്പെൻഡിങ്ങിന് ഏറ്റവും ഒപ്റ്റിമൈസ് ചെയ്യാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ രാഹുൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10-15 മിനിറ്റ് ഡിസ്കഷൻ കഴിഞ്ഞ ശേഷം എനിക്കൊരു കോൾ ഉണ്ട്. ആ സമയത്ത് റാഫി ആയിരിക്കും ഈ ഒരു മീറ്റിംഗ് ലീഡ് ചെയ്യുന്നുണ്ടാവുക. സോ ലെറ്റ് മീ ജംപ് ഇൻ ടു ദ ക്വസ്റ്റ്യൻ. വൈ ഡിഡ് യു ഗിവൺ മീ ദിസ് ടൈറ്റിൽ ടു ഡിസ്കസ് ഫസ്റ്റ് ഓഫ് ഓൾ? 2 വർഷം മുമ്പ് എന്നോടൊരു ടൈറ്റിൽ ചോദിച്ചു. അപ്പം ഇപ്പം കേരളത്തിന്റെ ഒരാളായിരുന്നെങ്കിൽ, കൂടുതൽ ഓഡിയൻസും ഫ്രോം കേരള ആയിരുന്നെങ്കിൽ മേ ബി വുഡ് ഹാവ് കൺസിഡർഡ് സം ഓഫ് ദ ടോപ്പിക്. പക്ഷെ ഇതൊരു considering that not everyone would really know the brand there fully. I mean, hopefully after this they would know a little better.
അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് ഐ തോട്ട് മാർക്കറ്റിംഗ് ഇസ് എ തിങ് ആൻഡ് ഇറ്റ് ഇസ് എ ബ്ലാക്ക് ബോക്സ് ഫോർ മോസ്റ്റ് പീപ്പിൾ ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇസ് എ ഇൻ തിങ് റൈറ്റ് നൗ. അപ്പം മാർക്കറ്റിംഗിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുമൂന്ന് കാര്യങ്ങൾ. എനിക്ക് 2 വർഷം മുമ്പ് ഇതിലും വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ഐ തോട്ട് ഇറ്റ് ഇസ് ഓൾ സംതിങ്. ബട്ട് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ബഡ്ജറ്റ് കിട്ടിയാലും തീരത്തില്ല. എത്ര വേണമെങ്കിലും സ്പെൻഡ് ചെയ്യണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം. ഒന്ന്. രണ്ടാമത്തത് സ്പെൻഡ് ചെയ്തതിന് വാലിഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പൊ ഓൺലൈനിൽ പറ്റുമായിരിക്കാം. അല്ലാത്തടത്ത് ഈ സ്പെൻഡിങ്ങിന്റെ ROI കാൽക്കുലേറ്റ് ചെയ്യാൻ ഇസ് നോട്ട് നെസസറിലി ഈസി. ഓൺലൈനിൽ കാൽക്കുലേറ്റ് ചെയ്യാമെങ്കിലും കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നത് ROI ഇല്ല. അപ്പം അതും ഒരു ഫാക്ടറാണ്. സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് വി ഹാവ് സ്ട്രഗിൾഡ് വിത്ത് ആൻഡ് സംതിങ് ഐ തിങ്ക് ഐ ഹാവ് ഡൺ ലോട്ട് ഓഫ് എക്സ്പെരിമെന്റ്സ് ആൻഡ് ഹാവ് some understanding. I mean, I'm not saying I'm an expert, but നമ്മൾ കുറെ ചെയ്ത് കുറെ കാര്യങ്ങൾ പലതും എക്സ്പെരിമെന്റ് ചെയ്താൽ എക്സ്പീരിയൻസ് ആണല്ലോ ഇതിലെല്ലാം. അപ്പം അത് കുറെ ചെയ്തതിന്റെ കുറെ നമുക്കൊരു ഐഡിയ ഉണ്ട്. അത് മൈറ്റ് ബി റെലവെന്റ് ഫോർ എവരി വൺ എന്ന് തോന്നിയത്. ഓക്കെ. ഈ മാർക്കറ്റിംഗിന്റെ കാര്യത്തിൽ അതിന്റെ ഒപ്റ്റിമൈസേഷനിലോട്ട് പോകുന്നതിന് മുമ്പേ ജനറലി ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്? ഈ ഒരു പർട്ടിക്കുലർ ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ ജനറലി ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്സ്. ഓക്കെ, രണ്ടൊന്ന് this is my view and people might have different views and take what is right. എനിക്കുള്ളതെന്ന് വെച്ചാൽ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാർ ഒരു 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ബഡ്ജറ്റ് ഉണ്ട്. ഇപ്പൊ ഹിന്ദുസ്ഥാൻ ലിവറിന് ഒരു മാസം ചിലപ്പോൾ കേരളത്തിലേക്ക് 20 കോടിയോ 15 കോടിയോ ബഡ്ജറ്റ് ഉണ്ടാവും, സെൻട്രൽ പ്ലസ് ലോക്കൽ ബഡ്ജറ്റ്. അപ്പൊ അവർക്ക് അത് സ്പ്ലിറ്റ് ചെയ്ത് TV, റേഡിയോ അങ്ങനെ കൊടുക്കാൻ അവർക്ക് പറ്റും. ബിക്കോസ് അവരുടെ ബഡ്ജറ്റ് ഇസ് ലാർജ്. ആ ലാർജ് ബഡ്ജറ്റിൽ ഈ ഓരോ ചാനലിൽ ചെയ്യുമ്പോൾ 360 ഡിഗ്രി ഇമ്പാക്ട് കിട്ടും. നമുക്കിപ്പോ 1 ലക്ഷം 2 ലക്ഷം പൈസ ഉള്ളെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ പല ബിസിനസിന് അത്രയൊക്കെ മന്ത്ലി ഉണ്ടാവുള്ളൂ ബഡ്ജറ്റ്. അപ്പം നമ്മൾ എല്ലാത്തിലും കുറച്ച് TV, കുറച്ച് പ്രിന്റ്, കുറച്ച് ഔട്ട്ഡോർ, കുറച്ച് ഡിജിറ്റൽ ചെയ്താലൊന്നും ഒന്നും ആവത്തില്ല. സോ പീപ്പിൾ ട്രൈ ടു സ്പ്ലിറ്റ് ദാറ്റ് ബഡ്ജറ്റ്സ് ഇൻ ടു മൾട്ടിപ്പിൾ തിങ്സ്. I mean, unless it's very hyper local ആയിട്ടുള്ള ചെറിയ റീജിയനിലാണെങ്കിൽ the splitting does not work. That's one thing. Second is ചില കാര്യങ്ങൾ നമുക്ക് ശരിക്കും അതിനുള്ള യൂട്ടിലിറ്റി 1 ലക്ഷം രൂപ ഉണ്ടാവുള്ളൂ ആ ഒരു ആഡിന്. ഫോർ എക്സാമ്പിൾ ഒരു എന്തോട്ടെ ഒരു ബിൽ ബോർഡ് ആയിക്കോട്ടെ, എന്താണെങ്കിലും 1 ലക്ഷം രൂപ ഉണ്ടാവുള്ളൂ. നമ്മൾ അതിനൊരു 3 ലക്ഷം രൂപ കൊണ്ടുപോയി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ലക്ഷത്തിന്റെ ROI കിട്ടത്തില്ല. വെറുതെ സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ROI കിട്ടത്തില്ല. അൺലെസ് യു ഡു effective costing in terms of buying the assets at the right price, you will not get the right ROI. So calculating investment or say ഞാൻ തന്നെ ഒരു സാധനം 1 ലക്ഷത്തിന് ചെയ്യുന്ന വേറെ 4 ലക്ഷത്തിന് ചെയ്താലും അതിന്റെ ROI ആൾക്ക് കുറവ് എനിക്ക് കൂടുതലായിരിക്കും. സെയിം തിങ് can be profitable for some people, might not be profitable for others, and certain mediums might not be relevant for you sometimes. And it is great to get an ego trip doing marketing. We all are happy doing it ourselves also. But I think you have to be looking at what is most relevant. Sometimes the most elegant or the most classy ones might not work for you. It's all case dependent. ഓക്കെ. ഈ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുമ്പോഴേക്കും കമ്പനികൾ നമ്മൾ അപ്രോച്ച് ചെയ്യും. അതൊന്നും ആവശ്യമില്ല, നമ്മൾ ലൈസൻസ് എടുത്താൽ മതി. അപ്പോഴേക്കും നമ്മളെ ഇങ്ങോട്ട് ഏജൻസീസ് കോൺടാക്ട് ചെയ്യാറുണ്ടല്ലോ സ്വാഭാവികമായിട്ടും. So what is your opinion of associating with this sort of marketing agencies to get our products into the market? Okay, I don't know how many people listening are agencies ഉള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. I have found ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും you can brutally say what is your ഞാൻ പറയും. അല്ല, ഞാൻ അത് ആദ്യം ഒരു ഡിസ്ക്ലെയിമർ ഇട്ടേ ഉള്ളൂ. അപ്പം I think agencies typically over promise and under deliver. Because everyone is over promising, they are forced to over promise. And that creates lack of trust in any agency after 2-3 agencies you try. So here a problem ഉണ്ട്. Because it is impossible in today's world to commit and promise results or assure results. But every agency, if you take a pitch, will assure you results, and that is all time pass. If anybody is assuring you results, it is not really true. I mean, I don't know, the biggest agencies don't know, nobody really knows what works really. I mean, certain things work. We found somebody who knows how to scale up, say something in Facebook and stuff like that. So generally agencies over promise. Adonno korakkanam. Pakshe I think there is no option but to depend on agencies if you have to. But a lot of these things can be self-learned when experimentation at small budgets of 300-500 rupees a day, and keep learning parallelly. If the future is all about digital marketing, and if you're a startup, a very early stage, then digital marketing could end up, even if you're selling offline, online, whatever you're selling, I think digital marketing is a key component of that. But unfortunately, it's not there in my DNA, but we've been able to get good team members to join as, this thing. And I understand the overall understanding ipo enikku kitti. Adu kore paisa chelavaki kore idu cheyidu kayinnittana padichadu, പക്ഷെ അത് പഠിച്ചു. And that's it. So agencies ന് പ്രശ്നം ഇത്രയും ക്ലയൻസ് ഉണ്ട്, എല്ലാവരും മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല.
ഏറ്റവും ബെസ്റ്റ് റിസോഴ്സസ് അല്ലല്ലോ നമുക്ക് കിട്ടും. So I think you should learn digital marketing on your own, even if the agency is doing it. You should be completely involved in the decision making so that you learn. Eventually, I think creatives in an agency and creators, I don't think not many people can consistently churn out for a long time unless you have a large team. But from a marketing spend point of view, I think eventually you should be also understanding what the decisions are being taken. Okay. അല്ലെങ്കിൽ ബ്ലാക്ക് ബോക്സിൽ ഒരു 50,000 1 ലക്ഷം മാസം റീറ്റെയിനർ കൊടുത്തുകൊണ്ട് ഒന്നും നടന്നൊന്നും വരില്ല. ഓക്കെ, സോ നമുക്ക് നമ്മുടെ മാർക്കറ്റിംഗ് സ്പെൻഡിങ്ങിനെ ഏറ്റവും നല്ല റിസൾട്ടിൽ എങ്ങനെ കൊണ്ടുവരാന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു മാറ്റർ. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടൈറ്റിൽ തന്നെ ഹൗ ടു ഒപ്റ്റിമൈസ് യുവർ മാർക്കറ്റിംഗ് സ്പെൻഡിങ് എന്നുള്ളതിനെ കുറിച്ച് തന്നെ രാഹുലിന്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് ടിപ്സ് എന്താണ്, വാട്ട് ഹാസ് ടു ബി ടേക്കൻ കെയർ, എസ്പെഷ്യലി നമുക്ക് ഡിഫറെന്റ് കാറ്റഗറി ഓഫ് ബിസിനസ് പീപ്പിൾ ഉണ്ട്. ദ ബിഗിനേഴ്സ് ആർ ദെയർ, ഓൾറെഡി മാർക്കറ്റിൽ നല്ലപോലെ പ്ലേ ചെയ്ത ഒരു എസ്റ്റാബ്ലിഷ് ആയ സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ സർവീസ് എൻറ്റിറ്റീസ് അത് വേറൊരു തലത്തിലുണ്ട്. ഇവർക്കൊക്കെ അപ്ലൈ ആവുന്ന ജനറൽ സാധനം ഒരുപക്ഷെ തുടക്കത്തിൽ പറഞ്ഞാൽ മതിയാവും. സോ ഹൗ ക്യാൻ ദേ ഒപ്റ്റിമൈസ്? Yeah, first of all, you need to find out if you're a personal care product, then Instagram might make sense for you. First, figure out what platform works for you. If you're a service selling marketing, I don't think Instagram is necessarily the place for you. LinkedIn might be the place for you. And if you are selling a mass product, then Facebook and Instagram, I mean, and there are multiple things to do. And also, if you are selling a service, SEO is quite important. Keyword search, it leads to credibility. ഇങ്ങനത്തെ 2-3 കാര്യങ്ങളാണ് ബേസ് ലെവലിൽ ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ ലെവലിൽ പറയാനുള്ളത്. ബട്ട് ഫ്രം എൻ എഫക്റ്റീവ്നെസ് പോയിന്റ് ഓഫ് വ്യൂ, I think it is about being very sharp with your targeting. നമ്മളിപ്പം എല്ലാരും കയറി ചെയ്യേണ്ട ആവശ്യമില്ല. Like if anybody has done marketing here for personal care, you'll know that if you target women alone, then you have much higher average order value and conversions are also higher. And from what I see with my wife's brand, I think returns are also less. People are generally committed to buying it even if it's on cash on delivery also. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പം നമ്മുടെ എന്തായാലും 1 ലക്ഷത്തിന്റെ ബഡ്ജറ്റേ ഉള്ളൂ. ഈ 1 ലക്ഷത്തിന്റെ ബഡ്ജറ്റ് ക്യാൻ ബി ഗിവൺ അറ്റ് മെയിൽ, ഫീമെയിൽ, large broad category also. You'll get a much lower cost per impression if you want. If that is the whole idea, then that's fine. But if your idea is conversion, then maybe having very large, very specific targeted thing, because 1 ലക്ഷം എന്തായാലും ഉള്ളൂ, 1 കോടി ഉണ്ടെങ്കിൽ എല്ലാവരും എത്താൻ പറ്റില്ല ഒരു മാസം. അപ്പോൾ 1 ലക്ഷം ഉള്ളപ്പോൾ നമ്മൾ ആ ചൂസ് ചെയ്യുന്ന ആൾക്കാരെ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്തിട്ട് എത്താം. അല്ല CPM നോക്കിയിട്ട് ചിലപ്പം റെലവൻസ് ഉണ്ടായിന്ന് വരില്ല, ചിലപ്പോൾ ഉണ്ടാവും. ഇഫ് യു ബിൽഡിംഗ് എ ബ്രാൻഡ്, മേടിക്കാത്ത ആൾക്കാർ അറിയുന്നുണ്ട് നല്ലത് തന്നെയുള്ളൂ. ബ്രാൻഡ് ബിൽഡിംഗ് ആണ് ഒബ്ജക്റ്റീവ് എങ്കിൽ, സം കോൺവെർസേഷൻസിൽ ഇത് വരണമല്ലോ. അപ്പൊ ഇതിന് നല്ലതാണ്. അതാണ് ഒരു കാര്യം പറയാനുള്ളത്. സെക്കൻഡ്, ഓംനി ചാനൽ അപ്രോച്ച് ആണ് എപ്പോഴും ആഡ്സിന് നല്ലത്. There are a lot of cost per view, cheaper idle options available on offline platform also. So I think digital is great for a subconscious reminder and it should be done. But still the offline channels or the traditional ATL channels are still very significant if you want to build a mass brand. Whereas for specific brand, it might be absolutely useless also. Okay. So, ഡിജിറ്റൽ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് വെൻ യു സേ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് അപ്രോപ്രിയേറ്റ് ഫോർ സം കാറ്റഗറി ബിസിനസ് പീപ്പിൾ എന്ന് പറയുമ്പോൾ, ഇൻ ജനറൽ ആളുകളുടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ദ തിങ്കിങ് അബൌട്ട് ദ സോഷ്യൽ മീഡിയ. അതിൽ സ്യൂട്ടബിൾ അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാം ഈസ് സ്യൂട്ടബിൾ ഫോർ ദീസ് ഓർ ഫേസ്ബുക്ക് ഈസ് സ്യൂട്ടബിൾ ഫോർ ദീസ് എന്ന് പറയുമ്പോൾ can you make it a little more clear? ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഇപ്പം ഇൻസ്റ്റഗ്രാം മൈറ്റ് ഓൾസോ വർക്ക് ഫോർ യു. നമുക്ക് ഉള്ളത് റിസോഴ്സ് ലിമിറ്റേഷൻ ആണ് എല്ലാവർക്കും ഉള്ളത്. ഹൗവർ ബിഗ് യു ആർ, നമുക്ക് ബഡ്ജറ്റ് ലിമിറ്റേഷൻസ് എല്ലാവർക്കും ഉണ്ട്. അപ്പം ഇൻ ദാറ്റ് യുവർ ബെസ്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ബഡ്ജറ്റ് മൈറ്റ് നോട്ട് ബി ഓൺ ഇൻസ്റ്റഗ്രാം ഇഫ് യു ആർ എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി, other than for showcasing your work and getting followers, and somebody might come and see that. But genuinely getting decision makers to take those decisions would probably be on LinkedIn. Whereas if you're selling a cosmetic brand, I don't think posting on LinkedIn, or even if it's a premium brand, maybe even Facebook to an extent, might not be useful. Because if you're reaching everyone everywhere, there's no problem. Namukku budget limitation varumo, you have to choose what you're doing. Indatulla karyam cheyalundale, marketing layalum poduve strategy layalum നമ്മൾ എന്ത് ചെയ്യില്ലാന്ന് കൂടെ തീരുമാനിക്കണം. എല്ലാം എക്സൈറ്റിംഗ് ആയിരിക്കും. everything independently looks very exciting. What you don't do is also quite important. So for example, social media illade inga nadakadilla. Social media or digital marketing is the place to be, and that's the only thing growing. And if you're spending 6 hours looking at your mobile, then 5 hours, 6 hours at a smartphone, there is no option. നമുക്ക്
ഡിജിറ്റൽ ചെയ്യാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു പ്യുവർ പ്ലേ ഓഫ്ലൈൻ ബ്രാൻഡ് ആണെങ്കിൽ പോലും. പക്ഷെ അതിൻ്റെ അകത്ത് പ്ലാറ്റ്ഫോംസ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് യൂട്യൂബ് ചാനൽ സ്പെസിഫിക് ആയിട്ട് ചിലപ്പോൾ നമുക്ക് ഒരു ഗ്ലോബൽ ചാനൽ ഉണ്ടാവും. ഞാൻ ഫ്രണ്ട്സിനോട് പറയാറുള്ളതാണ്. അപ്പൊ ഗ്ലോബൽ ചാനലിൻ്റെ അകത്ത് നിങ്ങളിപ്പോ യു എയിലാണ്, യു എയുടെ ഓഡിയൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ടു സീ ദ റൈറ്റ് പീപ്പിൾ. One thing is to trust Google or Facebook to give you the right targeting. Other thing is to take a global YouTube channel. I don't know if it's a kids product, for example, do banner ads in Ryan's, whatever, that toy thing. I'm just giving you random examples, but take sector specific YouTube channels and try and do something like that. It's a thought I have. Okay. So to take over the meeting ahead for some time, Rafi will be there. I have a call now. I'll be coming back, inshallah, after this call. So before I leave, Rahul, I have one more question. Normally, some consultants are advising the companies like, itra percentage ningala total investment itra percentage ningala marketing nu kaanam allengal on a year basis your marketing has to be this much percentage of your total ബുക്കിംഗ് ക്യാപിറ്റൽ എന്നൊക്കെ പറയാറുണ്ട്. ഇസ് ദർ എനി സോർട്ട് ഓഫ് അങ്ങനെ ഒരു കൺസെപ്റ്റിനോട് രാഹുലിന് യോജിപ്പുണ്ടോ? ആൻഡ് വിത്ത് ദിസ് ക്വസ്റ്റ്യൻ ലെറ്റ് മീ മൂവ് ഔട്ട് ടു ദ കോൾ ആൻഡ് റാഫി, യു മേ പ്ലീസ് ടേക്ക് ഓവർ ദ മീറ്റിംഗ്. യെസ്. Hi, Rafi. So I think at starting stage, the typical numbers are a percentage of revenue. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. So I think in an early stage when you don't have revenue, that's a little tough thing to figure out how to do it. So you see all the startups that bleed, maybe it makes sense to kind of invest in marketing and figure out what products and what kind of budgets to spend in the beginning. But as a ballpark, I think you can look at the market leaders in your industry. Like if it's for me, it's like Unilever would spend 8 or 10% of their total sales. Adebole nokite we would do much higher percentage because a much smaller company growing much faster because the base is really, really small. So if they are doing 7-8%, I'll probably look at 15-20%. And budget it. So budgeting is important. I don't think you can do without budgeting, but it's also sometimes you have to chiri oru gut call edukkendi varum because adime keri namukku ee numbers or percentage onnu illalo. Percentage illade namukku percentage kodukkan pattillalo. Appam oru korchuru guttum korchuru overall paisa ulladensirichum ഒക്കെ ആയിട്ട് ചെയ്യണം. നമ്മളെ ഏജൻസീസിന്റെ ഒക്കെ കയ്യില് മാർക്കറ്റിങ്ങിന് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഹോംവർക്സ് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യാനുണ്ടോ? ലൈക്ക് അവരുടെ ബ്രാൻഡിനെ കുറിച്ച് കുറച്ചുകൂടെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഓഡിയൻസ് ആരാണ്, അങ്ങനെയുള്ള രീതിയിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഓണേഴ്സിന് ചെയ്യാൻ പറ്റും? ഞങ്ങൾ കുറെ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പലവരും നല്ല ആൾക്കാരാണ്, ഇപ്പോഴും വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. But now we do it in-house because we finally managed to find somebody for the pure marketing part of it. അപ്പം ഈ ഏജൻസീസ് കാണുമ്പോൾ I think you need them. Initially, അത് ഇല്ലാതെ പറ്റത്തില്ല. And sometimes if they work very well for you, then you need them for scaling. അപ്പം അവരുടെ 5-6 ക്ലയൻസിനോട് നേരിട്ട് സംസാരിക്കുക. Maybe not even through their references, because references വഴി വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും നല്ലത് ഒന്നും പറയാതിരിക്കില്ല, നമ്മളെല്ലാം നല്ലതേ പറയുള്ളൂ. അതിന്റെ അല്ല, somehow randomly find out about their clients and randomly അല്ല, find out discreetly about their clients and directly approach them and get feedback. That's one part. Second, അവരുടെ പ്ലാൻ നിങ്ങൾ കേൾക്കുക. അതിനുമുമ്പ് ഗൂഗിളിന്റെയും ഫേസ്ബുക്കിന്റെയും കുറെ ട്യൂട്ടോറിയൽസും കുറെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. അത് 1 മാസം 2 മാസം കൊണ്ട് നമുക്ക് തന്നെ സെൽഫായിട്ട് വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്നതാണ്. ആദ്യമേ അത് ചെയ്യൂ. ബിക്കോസ് if the marketing budget is going to be mostly spent online, then and that marketing is a key part of your business if you're early or mid stage or even growing. So I think then you should know the basics of it so that you can understand on what basis a decision എടുക്കുന്നത്. So I think you should know at least a general picture. And അതാണ് നമ്മൾ ഏജൻസിയും വെച്ച് നമ്മൾ കുറെ ആഡിൽ സ്പെൻഡ് ചെയ്തൊക്കെയാണ് പഠിച്ചത്. I don't think the agencies are bad, but it is just tough. They work with many companies, so it is not necessarily easy, but in the initial stages you should work with them, and if it's continuing to work for you, you should continue with them. ഇതിൽ എന്തെങ്കിലും ചെക്ക് ലിസ്റ്റുകൾ നമുക്ക് നോക്കാനായിട്ടുണ്ടാവോ? ഇവർ ചെയ്യുന്നത് നമുക്ക് നമ്മളുടെ റിസൾട്ടിലോട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മള് ഈ പലയിടത്തും കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കേസ് സ്റ്റഡീസ് കാണിക്കും. വേർ റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ് ഇസ് 4x 5x 6x എന്നൊക്കെ പറഞ്ഞ് അത് കിട്ടാൻ വേണ്ടി ഒരു മിനിറ്റ് ഗൂഗിൾ അപ്പം ഗൂഗിളില് എന്തായിരുന്നു കുറച്ച് മെട്രിക്സ്. അപ്പൊ ഈ കേസ് സ്റ്റഡീസ് കാണിക്കുന്നതെല്ലാം നല്ലതായിരിക്കും കാണിക്കുന്നത്. അതിലൊന്നും കാര്യമില്ല. ദോ ദിസ് ഇസ് എ വെരി
quantitative thing eventually, because numbers വരുന്നുണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ 3-4 മാസം ഓപ്റ്റിമൈസേഷൻ എടുക്കുന്നു പറയും. അപ്പൊ 3-4 മാസത്തേക്ക് ഇതൊരു ബ്ലാക്ക് ബോക്സ് തന്നെയാണ്, നമുക്ക് അറിയത്തില്ല. ഇപ്പൊ എഫിഷ്യൻസി ഇല്ല, നാളെ എഫിഷ്യൻസി വരും എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ I think trusting 5-6 earlier clients is one way to do it. And once you know the basics, you should see whether the basics are working well. ഇപ്പം നമുക്ക് ഒരു കസ്റ്റമറിനെ അക്വയർ ചെയ്യാനായിട്ട് 500 രൂപ വന്നു വിചാരിച്ചോ, 30 dirhams, 20 dirhams, 25 dirhams വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഇപ്പോൾ ഒരു കസ്റ്റമർ അക്വയർ ചെയ്യുന്ന 25 dirham ആണെങ്കിൽ 100 കസ്റ്റമർ ആകുമ്പോൾ 20 ആവും, കുറയുമല്ല ചെയ്യുക. കസ്റ്റമറിനെ അക്വയർ ചെയ്യുന്നതിന്റെ എണ്ണം കൂടാൻ റേറ്റ് കൂടുകയുള്ളൂ. So to acquire your 101st customer, instead of being 20 dirhams, it will become 30th dirham. ഇത് കൗണ്ടർ ഇൻഡ്യൂട്ടീവ്. എല്ലാവരും വരിക്കുന്ന സ്കെയിൽ ചെയ്യുമ്പോൾ കുറയുന്നതാണ് സാധാരണ ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലേ? അതെ. അതെന്തുകൊണ്ട് പറയാത്തെന്ന് വെച്ചാൽ, ഒരാളെ 1000 പേരിനകത്ത് ഒരാളെ മേടിപ്പിക്കാൻ എളുപ്പമാണ് ഫേസ്ബുക്കിന്. ആ 1000 പേരുന്ന് 5ാമത്തെ ആളെ മേടിക്കാൻ ഇച്ചിരി കൂടെ പാടാണ്. ആ 1200 വരുന്ന 30ാമത്തെ ആളെ മേടിക്കാൻ അത്രയും കൂടെ ആഡ് കാണിച്ചാലേ വിൽക്കുള്ളൂ. ഞാനൊരു സിംപ്ലിസ്റ്റിക് ആയിട്ട് എക്സാമ്പിൾ പറയുന്നതാണ്. അപ്പം അതുകൊണ്ട് ഇറ്റ് ഇസ് ആക്ച്വലി കൗണ്ടർ ഇൻഡ്യൂട്ടീവ്. Scaling up the ad conversions or getting more customers to buy, I'm talking about buying alone, like that conversion thing, is going to be tougher or more costlier. So you need to, so നാളെ കുറെ എന്ന് പറഞ്ഞ് കുറെ ആശയോടെ ഇരുന്ന ആളാണ്. നാളെ കുറയത്തില്ല, നാളെ കൂടത്തേ ഉള്ളൂ. സോ ആദ്യമേ തന്നെ അത് കുറച്ചു തുടങ്ങണം. അത് വർക്ക് ചെയ്യാതെ ആഡ് അപ്പം തന്നെ കട്ട് ചെയ്യണം. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതുപോലെ കട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പലപ്പോഴും ഈ ഏർലി ഓൺടർപ്രണേഴ്സിന് അറിയണമെന്നില്ല. അതിന് നമുക്ക് എവിടെന്നെങ്കിലും ഞാൻ ചോദിച്ച ഞാനിപ്പം പറഞ്ഞ പോലെ ആ ഗൂഗിൾ ആഡ് കോഴ്സും ഫേസ്ബുക്കിന്റെയും കുറെ സർട്ടിഫിക്കേഷൻ കോഴ്സസ് അവരുടെ ആവശ്യമുള്ള നമ്മൾ പഠിക്കാനായിട്ട്. അത് പഠിക്കുക. അന്നേരം ഇൻഡസ്ട്രിയിൽ സാധാരണ ഒരു കസ്റ്റമറിന് അക്വയർ ചെയ്യാൻ എത്ര കോസ്റ്റ് എന്ന് മനസ്സിലാക്കുക. 600 രൂപ, 700 രൂപ, 500 രൂപ ആണെങ്കിൽ അല്ലെങ്കിൽ 30 dirham, whatever the numbers in your currency, ആ വരുന്ന കോസ്റ്റിന്റെ അതിന്റെ അടുത്തൂടെ തന്നെയാണ് പോകുന്നത്. അപ്പൊ ചില കസ്റ്റമറിന് ചിലപ്പോൾ ചില ആഡ് റൺ ചെയ്യുമ്പോൾ 60 dirham വരുന്നുണ്ടാവും. ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി ഹാസ് ടു ബി കട്ട് ഇമീഡിയറ്റ്ലി. 2-3 ദിവസം സമയം കൊടുത്തു, എന്നിട്ട് അത് കട്ട് ചെയ്യണം. ബിക്കോസ് ദാറ്റ് ഇസ് നോട്ട് ഗോൺ ടു സ്കെയിൽ ഡൗൺ ടു 30. അപ്പൊ ക്രിയേറ്റീവ് മാറ്റി നോക്കണം, ടാർഗറ്റിംഗ് മാറ്റി നോക്കണം. അങ്ങനെ ഐട്രേറ്റ് ചെയ്തോണ്ടിരിക്കണം. അത് ഐട്രേറ്റ് ചെയ്താൽ ഇത് അറിയാൻ പറ്റുള്ളൂ വർക്ക് ആവില്ലെന്ന്. അത് സ്കെയിൽ ചെയ്തോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, വേറെ എന്താണ് സാർ ആഡ് ചെയ്യാനുള്ളത്? ബഡ്ജറ്റ്, മാർക്കറ്റിംഗ് ബഡ്ജറ്റിന് റിലേറ്റഡ് ആയിട്ട് ഈ ബ്രാൻഡ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യണോ? So brand awareness is an expensive exercise, but you probably need to or question whether you probably I'll answer that. So probably need to decide what you want to do. നമ്മളിപ്പോ ഒരു നമ്മൾ ബ്രാൻഡ് അവയർനെസ്, ഹീൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് കേരളത്തിൽ ക്വൈറ്റ് ഓഫ്ലൈനിൽ പോപ്പുലർ ആണ് ഒരുമാതിരി. Nationally നമ്മൾ അത്രയല്ല. So if you were to, we are not doing it anymore, not too much of digital marketing on Heal, but here we are going to start brand activities for Kerala, because anyway we are there in offline stores. ഞങ്ങളുടെ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ഒരു 100 പേര് നമ്മുടെ വെബ്സൈറ്റിൽ വന്നാൽ 2 പേരോ 3 പേരോ മേടിക്കുന്നുള്ളൂ. അത് എല്ലാ വെബ്സൈറ്റിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ 98 വരെ വെബ്സൈറ്റ് വരെ വന്നു, എന്തോ ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണല്ലോ വെബ്സൈറ്റ് വരെ വന്നത്, മേടിക്കാതെ പോയത്. അപ്പൊ ഇങ്ങനെയുള്ളടത്ത് നമ്മൾ ബ്രാൻഡ് എക്സസൈസ് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്, more number of interested people come to our website. Then when they see the product in say a Lulu or a Nesto or a Reliance or a more, മേടിക്കാൻ സാധ്യത കൂടുതലാണ്. So for us, then that branding exercise helps, even if it's just driving visitors into the website rather than necessarily converting to sales. Now Jasine has asked something about what percentage of audience will turn into real customers. ആദ്യം എന്ന് വെച്ചാൽ നമ്മൾ 100,000 പേർക്ക് ആഡ് കാണിച്ചു കഴിഞ്ഞാൽ നേരത്തെ ക്ലിക്ക് ത്രൂ റേറ്റ്, എത്ര ആൾക്കാർ അത് ക്ലിക്ക് ചെയ്ത് കാണുന്നുണ്ടെന്നുണ്ട്. ഇറ്റ് ക്യാൻ വേരി ഡിപ്പെൻഡിങ് ഓൺ യുവർ ക്രിയേറ്റീവ്, ഡിപ്പെൻഡിങ് ഓൺ യുവർ കാറ്റഗറി, ഡിപ്പെൻഡിങ് ഓൺ യുവർ ടാർഗറ്റിംഗ്. ആ 3-4 കാര്യങ്ങൾ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ടിപ്പിക്കലി ഒരു 20-25% ആൾക്കാർ ആഡ് ടു കാർട്ട് വെറുതെ ചെയ്യും. ഹലോ, നമ്മുടെ ഗസ്റ്റ് എക്സിറ്റ് ആയതാണോ?
Meanwhile, we can gather some questions, Rafi. Yes. ഓക്കെ, വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പം ചാറ്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വരുമ്പോഴത്തേനും ചോദിക്കാം. You have any other questions to ask? Hello. Yes. Good morning, Rafi. ഞാൻ ചാറ്റ് ചെയ്യാൻ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക. Okay. എന്റെ ക്വസ്റ്റ്യൻ to Rahul. Yeah, he is here already. Yeah, sorry, something went wrong with my computer. Yeah. Okay, കേൾക്കാവോ അല്ലേ? കേൾക്കാം. Okay. എന്റെ ക്വസ്റ്റ്യൻ, my products are purely industrial. അത് നമ്മൾ ഗൂഗിൾ ആഡ് SEO ചെയ്യുന്നുണ്ട്, നമ്മളുടെ ആ ഒരു ഇൻഡസ്ട്രിയെ ഫോക്കസ് ചെയ്തിട്ട്. ബട്ട് അതർ ദാൻ ദാറ്റ് ഹൗ വി ക്യാൻ, ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഐഡിയ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, നമ്മളെ പ്രൊഡക്റ്റിന്റെ ഒരു നോർമൽ ആളുകളിലേക്ക് എത്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഒരു എന്താ പറയുക, ഒരു അവയർനെസ്സോ അല്ലെങ്കിൽ എന്താ വാട്ട് വി ഡു കുറിച്ച് ചെയ്യാനായിട്ട്. അപ്പൊ ഡു യു ഹാവ് എനിത്തിങ് ടു ആഡ് ഓൺ ഇറ്റ്? ബിക്കോസ് അവേഴ്സ് ഇസ് പ്യുവർലി ഇൻഡസ്ട്രിയൽ എന്ന് പറയുമ്പോൾ സെൻട്രൽ എയർ കണ്ടീഷനിങ് ആക്സസറീസ് ആണ്. സെൻട്രൽ എയർ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഡിജിറ്റൽ ഒരു ലിമിറ്റ് കൂടുതൽ ചെയ്തിട്ട് കാര്യമില്ല. ഇതില് എന്റെ അഭിപ്രായത്തിൽ ഇത് ട്രേഡ് ഷോസ്, ട്രേഡ് ജേർണൽസ്, 1-to-1 മീറ്റിംഗ്സ് ആൻഡ് പ്രോബബ്ലി ലിങ്ക്ഡ് ഇൻ. ആൻഡ് ബട്ട് ദെൻ അഗൈൻ the thing is, I've been asked to keep my mobile horizontal. 1 second. Better? I don't know. Is this better? Yes. Okay. Yeah. I don't know. Can you hear me? Yes. Yeah. So I think, but the thing is, you still need a good digital presence even if you are selling refinery piping also, because ഒരു ക്ലയന്റിനെ കണ്ടു കഴിഞ്ഞാൽ, പൊട്ടൻഷ്യൽ ക്ലയന്റിനെ കണ്ട് അവർ ആദ്യം നോക്കാൻ വന്ന നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് wherever relevant, if it's Twitter and LinkedIn probably for industrial, and then your website. So I think having the basic hygiene there is more important than actually getting leads there. I'm guessing you don't convert too many leads that you get online, but SEO might be relevant, like you said, you already know that. But 1-to-1 meetings and trade journals and trade shows is the only way for you to do it, I think. But digital and social media, digital overall is very important, because annalalla avare reference check cheyyunnathu ingeneyanallo, oru hygiene factor aanallo alle. Apam I don't know if he's still there, but yeah, I think I hopefully answered that question. Yeah, thanks for us. Yes. ഏതെങ്കിലും സാറിന്റെ ഒരു പ്രോഡക്റ്റ് ഒപ്റ്റിമൈസ് ചെയ്ത ഒരു ജേർണി, ഈ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഒപ്റ്റിമൈസ് ചെയ്ത ഒരു ജേർണിയെ കുറിച്ച് ഒന്ന് ഗോ ത്രൂ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ അതിൽ ഫെയിൽ ആയത് പിന്നെ അത് എങ്ങനെയാണ് ഒരു സക്സസിലോട്ട് കൊണ്ടുവന്നു? ഞാൻ ഡിജിറ്റൽ ഇപ്പം അധികം ഫ്രം എ സെയിൽസ് കൺവേർഷൻ പോയിന്റ് ഓഫ് വ്യൂ അധികം സ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഞാനെൻ്റെ ഒരു സ്റ്റോറി പറയാം. അതിൻ്റെ അകത്ത് അല്ലെ പ്രൊഡക്റ്റിനെ പറ്റി പറയാം. ആ പ്രൊഡക്റ്റിൻ്റെ അകത്ത് കുറെ കാര്യങ്ങൾ കറക്റ്റായി, കുറെ കറക്റ്റായില്ല. അപ്പം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ചാർക്കോൾ ഹീലിന്റെ സോപ്പ് ആയിരുന്നു. ഒരു ദിവസം 150 ഓർഡറൊക്കെ ഡെയിലി വരുന്നുണ്ടായിരുന്നു. അപ്പം ദ പ്രൊഡക്റ്റ് വാസ് ഗുഡ്, ദ പാക്കേജിങ് വാസ് എക്സലന്റ്, കമ്മ്യൂണിക്കേഷൻ വാസ് ഗുഡ്, ആൻഡ് ദ കൺസ്യൂമേഴ്സ് വാണ്ടഡ് ദാറ്റ് പ്രൊഡക്റ്റ്, ആൻഡ് ദെയർ വാസ് ഓർഡേഴ്സ്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഡി നോട്ട് വർക്ക്, ബിക്കോസ് സെയിൽ ഉണ്ടായിട്ട് പോലും. ബിക്കോസ് നമ്മൾ 200-250 രൂപയായിരുന്നു സ്പെൻഡ് ചെയ്യുന്ന ഒരു കസ്റ്റമറിനെ നമ്മളെ കൊണ്ട് മേടിപ്പിക്കാൻ വേണ്ടി ഫ്രം എ ഡിജിറ്റൽ കൺവേർഷൻ പോയിന്റ് ഓഫ് വ്യൂ. നമുക്ക് ആ കസ്റ്റമർ 300 രൂപയ്ക്കായിരുന്നു മേടിച്ചുകൊണ്ടിരുന്നത്. 300 രൂപയ്ക്ക് മേടിക്കാൻ വേണ്ടി 250 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ, ഈവൻ ഇഫ് യു ഗെറ്റ് 150 ഓർഡേഴ്സ് എ ഡേ, ദ മോർ ഓർഡേഴ്സ് യു ഗെറ്റ്, നമ്മൾ കൂടുതൽ പൈസ കയ്യിൽ നിന്ന് പോവുക ചെയ്യുക. നമുക്ക് അതിനകത്ത് ലാഭം ഉണ്ടെങ്കിലും കൊറിയർ അയക്കാനും നമ്മുടെ കമ്മീഷനും സാധനം ഉണ്ടാക്കാനുള്ള കോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഒന്നും കൈ കിട്ടത്തില്ലായിരുന്നു, അല്ലെ? അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് ദാറ്റ് പ്രൊഡക്റ്റ്, ഈവൻ ദോ ഇറ്റ് സോൾഡ് ആൻഡ് ഈവൻ ദോ ദ പ്രൊഡക്റ്റ് വാസ് ഗുഡ്, ബിക്കോസ് ദ പ്രൈസിംഗ് വാസ് ചീപ്പ്, ഇറ്റ് വാസ് ഓൺലി 40-50 rupee kind of price point and per unit, and the ads worked, it still did not work. Whereas like I see my wife doing this brand called Sugar Boo Curls, adinte product category enna oru niche aanu, and product nalla targeting clean aanu. Avada she is able to scale up at a profitable thing. Average product cost is $400-500. Appam adinte athu she is able to get customers to buy 2 products at a time, and cost of ads are lower. Angenulla chelapam product category correct ആയിട്ട് കിട്ടിയാൽ you will be able to scale, but then she has product expertise. ഞങ്ങളൊരു പെറ്റ് കെയർ ലോഞ്ച് ചെയ്യണമെന്നുണ്ട്. പക്ഷെ പെറ്റ് കെയർ ലോഞ്ച് ചെയ്യണമെങ്കിലും അത് ലീഡ് ചെയ്യുന്ന ആൾക്ക് ശരിക്കും പെറ്റിനോട് പാഷൻ ഉണ്ടാവണം. അല്ല ഞാൻ വെറുതെ ലോഞ്ച് ചെയ്തൊരു കമേഴ്ഷ്യലായിട്ട് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് അത്രത്തോളം ഓടുന്നു എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഇതില് ഈ പറഞ്ഞ അക്വിസിഷൻ കോസ്റ്റ് മോസ്റ്റ് ഓഫ് ദി പ്രോഡക്ട്സ് കൂടുതലായിരിക്കുമോ? നമ്മൾ പലപ്പോഴും ആഡിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പം ഇതിന്റെ റിട്ടേൺ കുറവാണെന്നുള്ളതാണ്
ഈ പറയുന്ന ഓണേഴ്സ് ഫേസ് ചെയ്യുന്ന മെയിൻ ഒരു പ്രോബ്ലം. അപ്പൊ അവർ അതിൽ കണ്ടിന്യൂ ചെയ്യണമായിരിക്കും നല്ലത്? അത് തന്നെയാണ് അവരുടെ ഇൻട്രസ്റ്റ് പോലെ ഇരിക്കും ആ ഡിസിഷൻ എടുക്കേണ്ടത്. അതെന്താന്ന് വെച്ചാലുണ്ടല്ലോ, ഇപ്പൊ ആഡിന്റെ കോസ്റ്റ് കൂടുതലാണെങ്കിൽ നാളെ കുറയാൻ പോകുന്നില്ല. അത് ആദ്യമേ മനസ്സിലാക്കുക. എന്നിട്ട് മേ ബി ഇൻഫ്ലുവൻസേഴ്സ് വഴിയോ അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ വാട്ട് ദ അതർ ആൻസർ, എനിക്ക് ആൻസർ ഇല്ല. പക്ഷേ today's cost, if it is high, is not going to become cheaper tomorrow. A lot of people continue spending thinking that tomorrow it will be cheaper. So you have to probably change the creative, probably change pricing. I don't know. Keep experimenting by changing one variable. Price ഒരു വേരിയബിൾ ആണ്, ക്രിയേറ്റീവ് ഒരു വേരിയബിൾ ആണ്, ടാർഗറ്റിംഗ് ഒരു വേരിയബിൾ ആണ്, ബഡ്ജറ്റ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഓരോ പ്രാവശ്യം ഐട്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്ന് നോക്കുക. ഒരെണ്ണം വർക്ക് ചെയ്യുന്ന, രണ്ടെണ്ണം വർക്ക് ചെയ്യുന്ന കണ്ടുപിടിക്കുന്നവരെ. അല്ല, ഇത് ഇന്നിപ്പം കോസ്റ്റ് കൂടുതൽ, നാളെ ചെയ്തുകൊണ്ടിരുന്ന കുറയെന്ന് പറയുന്നത് സാധാരണഗതിയിൽ തെറ്റാണ്. ലേണിംഗ് ഉണ്ടാവാറുണ്ട്, കുറച്ചൊക്കെ എഫിഷ്യൻസി ഉണ്ടാവും. അപ്പൊ ആദ്യത്തെ 1-2 ആഴ്ച റേറ്റ് ഇച്ചിരി കുറയും, പിന്നെ കുറയിലുണ്ടാവില്ല. ആ ലേണിംഗ് കംപ്ലീറ്റ് ആകുമ്പോൾ, ലേണിംഗ് ഫേസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഞാൻ പറയുന്നതെല്ലാം പ്ലസ് മൈനസ് ഡേയ്സിൽ എടുക്കണം. ഞാൻ അത്രയൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്യുവർ പ്ലേ എക്സ്പെർട്ട് അല്ല, പക്ഷെ ഐ നോ ദ ഡയറക്ഷണൽ തിങ്. അപ്പം കൂടുതൽ ഏജൻസീസിനെ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്യണമായിരിക്കും നല്ലത്? ഒരു ഏജൻസിന് തന്നെ കണ്ടിന്യൂ ചെയ്യണമായിരിക്കും, അതെയോ മൾട്ടിപ്പിൾ ഏജൻസീസിനെ വെച്ച് ട്രൈ ചെയ്യണമായിരിക്കും നമ്മളുടെ ബിസിനസ് ഗ്രോത്തിന് നല്ലത്? എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിങ്ങൾ തന്നെ പഠിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഏജൻസീസ് ആദ്യം എന്തായാലും വേണം, പല കാര്യങ്ങൾക്കും കോർഡിനേഷനും ക്രിയേറ്റീവ് വരാനും എല്ലാത്തിനും. പക്ഷെ പ്യുവർ മാർക്കറ്റിംഗ് ഡിസിഷൻ യു ഷുഡ് ഗിവ് ഇറ്റ് ടു മൾട്ടിപ്പിൾ ഏജൻസി. കൊടുത്തോണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. യു ഡു ഇറ്റ്, യു മൈറ്റ് ഡു ഇറ്റ് വൺ. അതാണ് ഓവർ ദി ടൈം കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു 4 മാസം കഴിഞ്ഞ് നടന്നില്ലെങ്കിൽ അടുത്ത ആൾക്ക് കൊടുത്താൽ, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് നടന്നില്ലെങ്കിൽ അടുത്ത ആൾക്ക് കൊടുത്താൽ ഇത് തന്നെ നടക്കാൻ പോകുന്നുള്ളൂ. ടിപ്പിക്കലി, ഐ മീൻ അൺലെസ് ദർ ഇസ് സം ക്ലിയർ സ്ട്രാറ്റജി ചേഞ്ച്. പക്ഷെ ഇതിനകത്ത് 4-5 വേരിയബിളേ ഉള്ളൂ. അപ്പൊ എല്ലാം 3-4 ദിവസം കൂടെ വേരിയബിൾസ് മാറ്റിക്കൊണ്ട് നോക്കിക്കൊണ്ടിരുന്നിട്ട് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ യുനോ ഇറ്റ് ദ ലേണിംഗ് തിങ് ആണ്. ഒരു 3-4 വർഷം എടുക്കും ഒരു കറക്റ്റ് ആയിട്ട് നമുക്ക് തന്നെ കിട്ടാൻ. പക്ഷെ ഇപ്പൊ നമ്മള് എന്താ പറയാ, ഒരു സോപ്പ് വിൽക്കാൻ നോക്കുവാണെങ്കിൽ 500 പേര് വിൽക്കുന്നുണ്ട്. ആ 500 പേര് വിൽക്കുന്നതിൻ്റെ അകത്ത് കസ്റ്റമർ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഇവരെല്ലാം ഹൈ കോസ്റ്റിന് കസ്റ്റമറിനെ അക്വയർ ചെയ്യുന്ന ലൈഫ് ടൈം വാല്യൂ എന്ന് പറഞ്ഞൊരു പരിപാടിക്കാണ്. ലോങ് ടേമില് കസ്റ്റമർ ഇത്രയും പ്രാവശ്യം മേടിക്കുന്ന പറയുന്നത്. പക്ഷെ അതൊക്കെ ഇപ്പം എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത്രയും ബ്രാൻഡ്സ് വരുവാണ്. നേരത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിലിവറിനോ കൊക്കക്കോളയ്ക്കുള്ള ഡിസ്ട്രിബ്യൂഷന് മാത്രമാണ് എല്ലായിടത്തും പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഇപ്പം ഇറ്റ് ഇസ് ബിക്കം ഡെമോക്രറ്റൈസ്ഡ്, ആർക്ക് വേണമെങ്കിലും ലോഞ്ച് ചെയ്യാം. അത് ഒരു ഫേസ്. ഇപ്പം ബിക്കോസ് ഇറ്റ് ഇസ് ബിക്കം ഡെമോക്രറ്റൈസ്ഡ്, ഇറ്റ്സ് ബിക്കമിങ് ടഫ്. Earlier the bottleneck was that you could not supply to every shop. Now you can reach every customer. Because you can reach every customer, everyone can reach every customer. So everyone is getting the bid on the same customers for the ads and the same set of products. So entry barriers have gone down. Hence, probably scaling barriers have come in. Okay. ഏതെങ്കിലും പ്രോഡക്ട്സിനെ ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്തിട്ടുണ്ടോ? ലൈക്ക് ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബ് ചാനൽസോ അങ്ങനെ എന്തെങ്കിലും? അതിനൊരു പോസിബിലിറ്റി ഇല്ല ശരി? അത് നല്ലൊരു പോസിബിലിറ്റിയാണ്. ഞങ്ങളെ പോലത്തെ ഒരു പേഴ്സണൽ കെയർ ബ്രാൻഡ്സിന് ഞങ്ങൾ നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട്. പലയിടത്തും റിവ്യൂസും പല യൂട്യൂബ് ചാനൽസും, ഈവൻ നമുക്കൊരു വെജിറ്റബിൾ വാഷ് ഉണ്ടായിരുന്നപ്പോഴൊക്കെ നമ്മൾ അത് ഒരു കുക്കിംഗ് ചാനൽ വഴി യൂസ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദ യങ് ഫിലിം സ്റ്റാർസ് വി വർക്ക് വിത്ത്, we've used extensively this brand influencers, movie influencers, and it has worked very well for the brand. Sales might not necessarily come up immediately, but people definitely connect with the influencer or the celebrities. So we use Govind Padma Surya, Noorin Sharif, Sania Yipin, and like that, people like that. Even Honey Rose we recently used for something. I don't think she's posted yet. Pangana, we use different people for different things. So and it's been decent for us. Sanju Samson worked well in some sense. So angane. ഒരു സ്റ്റാർട്ടപ്പിന് അല്ലെങ്കിൽ അധികം എസ്റ്റാബ്ലിഷ്ഡ് ആവാതെ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ഫസ്റ്റ് ടൈം ചെയ്യണവർക്ക് ആ പ്രോസസ്സിലോട്ട് എങ്ങനെ തുടങ്ങാം, അതിൽ അവരുടെ അടുത്തോട്ട് എങ്ങനെ റീച്ച് ചെയ്യാമോ, സക്സസ്ഫുൾ ആയിട്ട് എങ്ങനെ പിച്ച് ചെയ്യാം, ആ പ്രോസസ്സ് ഒന്ന് പറയൂ. അല്ലെങ്കിൽ ആ വരുന്ന ആ വീഡിയോസ് എങ്ങനെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമ്മളുടെ ബിസിനസ് ഗ്രോത്തിന് വേണ്ടി? ഈ ഇൻഫ്ലുവൻസർ വീഡിയോസ് അല്ലേ ഉദ്ദേശിച്ചത് റാഫി? യെസ്. അപ്പൊ ഇൻഫ്ലുവൻസർ വീഡിയോസ് വരുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ, ഒന്ന് അവരുടെ ഹാൻഡിൽ അവർ പോസ്റ്റ് ചെയ്യും, അത് ഇത്രത്തോളം ആൾക്കാരെ കാണത്തുള്ളൂ. പക്ഷെ നമുക്കത് നമ്മുടെ ചാനൽ, നമ്മുടെ ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് സാധാരണ ഇതിൽ അറ്റ്ലീസ്റ്റ് ജോയിന്റ് പോസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് പോസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടാവും. അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് എന്തായാലും ബൂസ്റ്റ് ചെയ്യണം. നമുക്ക് മാക്സിമം ആൾക്കാരുടെ അടുത്ത് എത്തിക്കലാണ് നമ്മുടെ ഒരു ഐഡിയ. ആ സെയിം ഓഫ്ലൈൻ വേൾഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചിലപ്പോൾ ചില പത്രത്തിൽ ആഡ് ചെയ്യുമ്പോൾ അതിനധികം സർക്കുലേഷൻ ഉണ്ടായിരുന്നു വരില്ല. ഇംഗ്ലീഷ് പത്രങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് ട്രേഡിന് കോൺഫിഡൻസ് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ 2000 കോപ്പി എക്സ്ട്രാ മേടിക്കും. എന്നിട്ട് പോകുന്ന കടകളിലൊക്കെ ഓരോ കോപ്പി വെച്ച് കൊടുക്കും. നമ്മൾ ആഡ് ചെയ്തത് നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ ചുമതലയാണല്ലോ.
അതുപോലെ ഇൻഫ്ലുവൻസർ ചെയ്തൊരു ഇൻഫ്ലുവൻസറിന്റെ ഓഡിയൻസിന്റെ നിങ്ങളൊരു കാര്യം കൂടെ നോക്കിയാലുണ്ടല്ലോ, ഒരു ഇൻഫ്ലുവൻസറിനെ യൂസ് ചെയ്യുമ്പം അത് ഔട്ട് ആൻഡ് ഔട്ട് ആഡ് ആണെങ്കിൽ, വളരെ ആഡ്സി ആണെങ്കിൽ അതിന് എൻഗേജ്മെന്റ് വളരെ ലോ ആയിരിക്കും. their followers do not like seeing an ad. സാധാരണ ഒരു ഇൻഫ്ലുവൻസറിന് 1 ലക്ഷം ലൈക്ക് കിട്ടുന്നതാണെങ്കിൽ ഒരു പക്ക കമേഴ്ഷ്യൽ രീതിയിൽ അതിൻ്റെ അതൊരു വാട്ടർമാർക്കൊക്കെ നമ്മുടെ ബ്രാൻഡിന്റെ വെച്ചിട്ടൊക്കെ കമേഴ്ഷ്യൽ ചെയ്യുവാണെന്ന് വെച്ചോ, അതിൻ്റെ അത് 15,000 ലൈക്സ് പോലും വരില്ല. നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഇൻഫ്ലുവൻസേഴ്സിന്റെ. അപ്പം the whole idea is it should be integrated ads or integrated content rather than just being an out and out salesy thing when you do it with influencers. And second is to promote it on your social media platform by boosting it and also using cuts of those contents to probably doing ads if it makes sense. I think these are 3-4 things. And yeah. അവരുടെ അടുത്തോട്ട് റീച്ച് ചെയ്യണം എങ്ങനെ? നമ്മൾ അവരെ ചൂസ് ചെയ്യുന്നതിൽ നമ്മളുടെ പ്രോഡക്റ്റ് റേഞ്ചുമായിട്ട് ആ കസ്റ്റമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നവരൊന്ന് സെലക്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇവരുടെ എങ്ങനെയായിരിക്കും നമ്മൾ റീച്ച് ചെയ്യണം? ഇൻസ്റ്റാഗ്രാം വഴിയായിരിക്കോ? പേരുകൾ എടുത്ത് പറയുന്നില്ല. ഇവരെ റീച്ച് ചെയ്യാനായിട്ട് ഇവർ ഡയറക്റ്റ് മെസ്സേജ് ചെയ്താലൊന്നും അവർ റിപ്ലൈ ചെയ്യാൻ പോകുന്നില്ല. അതിന് ഇഷ്ടംപോലെ ഇൻഫ്ലുവൻസർ ഏജൻസീസ് ഉണ്ട്. So we work through agencies because it's much easier to handle multiple influencers or celebrities through one person rather than through multiple people. അതുകൊണ്ട് we work through agencies. There will be agencies in every region, but figuring out what price works for you, negotiating on that price and all that's a different strategy. അത് നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ most celebrities like a longer term deal in terms of pricing. ആ pricing flexibility നല്ലോണം ഉള്ള ഒരു സാധനമാണ്. അത് പ്രൈസിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ like any other ad medium, then we should offer more, not like online, but other medium, we should offer more number of posts. But you can't offer that in the beginning without really knowing what the engagement is going to be. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ sometimes a celebrity might have a lot of followers, but they might not be buying consumers. If it's a very young 20-year-old actress, for example, she might have 3 million, 4 million or 2.5 million followers. പക്ഷെ അതിൻ്റെ അത് ബൈയിങ് കപ്പാസിറ്റി, നിങ്ങളുടെ പ്രൊഡക്റ്റ് മേടിക്കാൻ ബൈയിങ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണെന്ന് ആദ്യം നോക്കണം. സംടൈംസ് എ സെലിബ്രിറ്റി വിത്ത് മച്ച് ലോവർ ഫോളോയിങ് വിത്ത് മച്ച് ഹയർ ഇമ്പാക്ട് ആയിരിക്കും ചിലപ്പോൾ വേണ്ടത്. രണ്ടാമത് ചിലപ്പം the actresses might have a significant proportion of male followers, whereas if you're trying to sell a female product, it might not necessarily work. Ulta also, a male might have a lot of female followers. You have to figure out, and analytics kittum. You have to ask them for insights from these celebrities to understand what percentage of people are male, what percentage are female. You can also check, and you should also check engage. What I look at is I look at engagement rate. What is the typical engagement rate? Whether 5 million, 10 million followers on it, post view engage ചെയ്യുന്നില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പം അതിന്റെ നമ്പർ, ഞാൻ കോസ്റ്റ് പെർ വ്യൂ ആണ് എന്റെ കാൽക്കുലേഷൻ. അപ്പം ആ 1 ലക്ഷം രൂപ കൊടുക്കുവാണെങ്കിൽ എത്ര ലക്ഷം ആൾക്കാർ കണ്ടു, എത്ര പേര് എൻഗേജ് ചെയ്തു, ഇതൊരു റഫ് മെട്രിക് ആണ്, പ്യുവർ സയൻസ് അല്ല. ഇതിൽ അതാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഇത് നമുക്ക് അവരുടെ അടുത്ത്, ഇൻഫ്ലുവൻസേഴ്സിന്റെ അടുത്തൊന്ന് ചോദിക്കാൻ പറ്റും അല്ലേ? യു ഹാവ് ദ റൈറ്റ് ടു ആസ്ക്. അത് എങ്ങനെയാണ്? റാൻഡം ആയിട്ടുള്ള നമ്മൾ സെലക്ട് ചെയ്യുന്ന വീഡിയോസ് അല്ലെങ്കിൽ റീൽസ് അതിൽ നിന്നാണ് ചോദിക്കുന്നത്? അതെങ്ങനെയാണ്? I think it is for across the board or for a period of time. Okay. അതിന്റെ അകത്ത് അങ്ങനെ വരുന്നെന്ന് തോന്നുന്നു. പോസ്റ്റിനും കിട്ടും, പക്ഷെ പോസ്റ്റ് could work for a variety of reasons. So I would suggest it is to look at only for a particular time frame. Okay. So Dubai time 7:50 and 9:20 in India. So നമുക്ക് വേറെ എന്തെങ്കിലും questions ഉണ്ടോ? So you can shoot up your questions. Hi Rahul, Vijay here. Yeah, hi. Thank you. Just a question is that you mentioned about integrated ads. I mean, not so adsy, but integrated ads. What do you mean by that? Integrated content. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് പറയാൻ എങ്ങനെ പറയാൻ നോക്കട്ടെ. ലെറ്റ് മീ അറ്റംപ്റ്റ്. ഇപ്പം ഒരു സോപ്പ് കൈ പിടിച്ചിട്ട് ലുക്ക് ദിസ് ഇസ് എ ഗ്രേറ്റ് സോപ്പ്, യു മസ്റ്റ് യൂസ് ഇറ്റ് എന്ന് പറയുന്നതും that will not engage with consumers. It should become like a normal day in the life of that person, and there's something fun happening or something, and then the product also comes, and then she talks. എന്താ പറയാ, ഇപ്പൊ ഒരു ഹാപ്പി ഫാമിലി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. In that they are little in the point blank in how they promote our products, but still it's only 20-30 seconds of the whole 30-minute program. And okay, let me put it this way. Karik is the right example. Karik
Karik എന്ന് പറഞ്ഞൊരു YouTube channel. I got it. Yeah, I got it. Very nicely put into it. It is not like, so you watch, so there's high engagement for a Karik view, but the product is also nicely put in. Otherwise, people won't watch that ad. Okay, brilliant. Thank you. Rafi, you can carry on. വേറെ അഡീഷണൽ ആയിട്ട് ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? Sorry? അഡീഷണൽ ആയിട്ട് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ അടുത്ത് എന്തെങ്കിലും വേറെ ആഡ് ചെയ്യാനുണ്ടോ എന്നുള്ളത്, വേറെ എന്തെങ്കിലും മെത്തേഡ്സ് ലൈക്ക്? No, I think you have to figure out. I mean, we are all talking about digital because I think it's probably relevant for your audience. But we spend significant money on non-digital forms also. So അതിലെന്താണ് ചെയ്യാൻ പറ്റുക നോൺ ഡിജിറ്റൽ ആണെങ്കിൽ? I mean, it's all sector specific, but I think activations work well, one-on-ones work well. ഒരു ഫ്ലാറ്റിൽ പോയിട്ട് അവിടുത്തെ ഒരു 50-100 പേർക്ക് അങ്ങനെ ഐഡിയ സീഡ് ചെയ്യുന്നതിൻ്റെ അർത്ഥമുണ്ട്. ബിക്കോസ് കീ ഒപ്പീനിയൻ ലീഡേഴ്സിന്റെ അടുത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഐ തിങ്ക് ഇറ്റ് വർക്ക്സ് വെരി വെൽ. അപ്പം റാദർ ദാൻ മാസ് മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ല. ഫോർ ആ പ്രോഡക്ട്സ് വി ഡു എ ലോട്ട് ഓഫ് സാമ്പിളിംഗ് ടു ദ റൈറ്റ് ഓഡിയൻസ്. ആ സാമ്പിളിംഗ് ചെയ്താലും ചിലപ്പോൾ കൺസ്യൂമർ മേടിച്ചെന്ന് വരില്ല. വേറെ സാമ്പിളിംഗ് കൊടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യും. സോ we don't do millions of samplings, but we do 2,000-3,000 of very key samples every month to right people, and it ends up being a conversation topic somewhere or the other, which I think it helps the brand. ഈ സാമ്പിളിങ്ങിന്റെ ഇതിലൊക്കെ നമുക്ക് കൺവേർഷൻ റേറ്റ്സ് എടുക്കാനായിട്ട് പറ്റുമായിരിക്കും. അതിൽ നിന്ന് എത്ര അതൊരു അവയർനെസിന്റെ ഭാഗമായിട്ടായിരിക്കും സാമ്പിളിംഗ്? ഇതൊരു മാരത്തൺ മാതിരിയാണ്. ഞങ്ങളുടെ ഒരു കേസിലൊക്കെ സാമ്പിളിങ്ങിനൊന്നും ഇമ്മീഡിയറ്റ് സെയിലും വരത്തില്ല. അതിന് നമുക്കൊരു കറക്റ്റ് ഡേറ്റ ഇല്ല. പക്ഷെ ഞങ്ങളിപ്പം പേപ്പർ ആഡ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കോൾ ടു ആക്ഷൻ കൊടുക്കും. കോൾ ദിസ് നമ്പർ ഫോർ ദിസ് തിങ്. സോ വി വിൽ അണ്ടർസ്റ്റാൻഡ് വിത്ത് ദ നമ്പർ ഓഫ് കോൾസ് some basic comparison versus other newspaper ads. We cannot really measure. Not everything is really measurable. But for certain consumer durables, I was talking to somebody who was doing consumer durables marketing for his company, a retail chain in Kerala. There, when they do a deal and all that, they get immediate measurable sales. For example, 1 രൂപ സെയിൽ അല്ലെങ്കിൽ 1 കോടി രൂപ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ആ മനോരമയിൽ ആഡ് ചെയ്യുന്നത് ചിലപ്പോൾ 3.5 കോടി നടക്കുന്നുണ്ട്. സോ ഇറ്റ്സ് വെരി മെഷറബിൾ. അങ്ങനത്തെ ചില കാറ്റഗറീസ്. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ്. പക്ഷെ നോട്ട് എവറിഥിങ് ക്യാൻ ബി മെഷേർഡ്. But what you measure on Google and Facebook is also not very exciting. So I think you should not completely look at measuring everything. But I think without measuring also, it doesn't make sense also. Chat box ഒരു question ഉണ്ട്. What is the difference between inbound marketing and SEO? എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം. When people search for a term like, I don't know, good curtains in Dubai, then your brand coming up in the top 3-4 searches or top 2-3 results is what is SEO. I'm guessing inbound marketing is probably searching for your specific brand itself, which means the customer has already come in with an intent to find your product. That is probably what is inbound marketing. I mean, very intuitively, that's what it sounds like. But SEO is where they search for a particular term. You know, like a good hospital in Cochin, then probably Aster will turn up because they do SEO. Right. And also it's combination of organic and SEO. So if you are not really a good hospital, then it will not come up for too long unless it's an ad. So some other question, and I thought I saw something else. Yeah, നമ്മളൊന്ന് അഡ്രസ് ചെയ്താൽ തോന്നുന്നു best marketing practice and platforms. Yeah, Rafi's answered that. So yeah, by creating, it's basically content marketing then in some sense. Okay. What is the best marketing practice for industrial products? I think Rafiq, we answered that. I think industrial products is probably trade shows, one-to-one marketing, and trade journals or magazines if relevant. And this is foot on the ground kind of business. You can't do ഒരു 500 digital media posts ഇട്ടതൊന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷേ without doing the basic high quality hygiene, when you meet clients, first thing they're going to do is check your profile online. That's the easiest thing to do. I'm sure as we speak, many of you would have probably checked mine or my company's, right? We all do that to each other.
So I think that is what they will do. And when they find it, they should look, if you're trying to show a company is trustable or large or whatever, then that should, whatever you want to convey should come across in your social media pages. Regardless of return, ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണോ നല്ലൊരു സ്ട്രാറ്റജി? മാർക്കറ്റിങ്ങിന് വേണ്ടി certain amount, certain percentage എപ്പോഴും? Yeah, one second. So Biji has given the answer. SEO is a subset of inbound marketing. Like I said, ആദ്യമേ disclaimer ഇട്ടായിരുന്നു. Correct ആയിട്ട് അറിയില്ല. But I think SEO, what I said is probably right. ഇപ്പം spending on marketing has to be a continuous process, but it also has to be, in my opinion, in bursts also. So ഒരു മാസം ചെയ്തിട്ട് ഒരു വർഷം ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. എന്നാൽ എല്ലാ മാസം ആ ഈക്വൽ ബഡ്ജറ്റിൽ ചെയ്തിട്ടും കാര്യമില്ല. ചെയ്യുമ്പോൾ ഇച്ചിരി ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഹയർ ആയിട്ട് ചെയ്യണം. So noise is created. And then maybe take a little bit of a pause. But you have to keep doing it in reasonably okay intervals. You cannot stop marketing all of a sudden and just do 2 weeks of hyperactivity. Also, you can't just do little bit every day for the one whole year and not have any impact. So probably you need to figure out all this is budget and industry and set all that specific. ഇപ്പൊ ക്യാൻവ പോലെയുള്ള ടൂൾസ് യൂസ് ചെയ്ത് സ്വന്തമായിട്ട് ക്രിയേറ്റീവ്സ് ഒക്കെ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് അത് നല്ലതായിരിക്കുമോ? ചിലപ്പോൾ അതിലൊരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. അത് ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുമോ, അത് റിജക്ട് ചെയ്യുമോ? ആ ബിസിനസ്സിന് നല്ലതായിട്ടായിരിക്കും ചീത്തയായിട്ടായിരിക്കും അഫക്ട് ചെയ്യുന്നത്? ഒരു കൺസൾട്ടന്റ് പറയും അത് വർക്ക് ചെയ്യില്ല എന്ന് പറയും. You have to be perfect എന്ന് പറയും. But I think again from my wife's experience is that she uses Canva and she does her own social media posts. So I think sometimes people want to see authentic stuff, and it depends on what you're trying to convey. If you're a large corporate, I don't know, P&G, then maybe that won't work. But if you are a startup selling artisanal products or clothing and stuff like that, then I think doing it on your own is fine. It all depends. Maybe Aramco cannot do that kind of posts, but maybe a startup in a particular sector can. It all depends on what sector and what you're trying to convey. So if you're trying to be authentic and trying to be niche, then Canva, which looks reasonably or very good but not necessarily 100% professional, is also fine. World is too perfect on Instagram right now, so I think little bit of authenticity is fine. And what was the other question? അതന്നെ ക്യാൻവ യൂസ് ചെയ്ത് ചെയ്യാമോ? അത് കസ്റ്റമേഴ്സ് അക്സെപ്റ്റ് ചെയ്യോ, അത് ബിസിനസിന് ബാഡ് ആയിട്ട് അഫക്ട് ചെയ്യോ എന്നുള്ളതായിരുന്നു. It depends. Jasina has asked, what is better, word of mouth or influencer? Obviously, when you say word of mouth, it's somebody who's experienced the product or the service. It's way better than anything else, but there's only so much word of mouth you can get. So to to jumpstart your business enquiries or to jet fuel your enquiries, you need to do influencer or direct marketing or whatever. But as much as word of mouth you can do is always good. I mean, if you are to select, but nothing is mutually exclusive, right? Word of mouth and influencer marketing. It is not word of mouth or influencer. I think word of mouth is the same for any business. It has to be there. Hi, good morning. എനിക്കൊരു ഡൗട്ടും കൂടെ ഉണ്ട്. ലൈക്ക് അത് ഐ കനോട്ട് റൈറ്റ്. ഇപ്പൊ നമ്മൾ കുറെ റീൽസ് എല്ലാം നമ്മളിങ്ങനെ എടുത്തു പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും പല ലൈക്ക് കൈൻഡ് ഓഫ് ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലത്തുള്ള ചാനൽസ് ഒക്കെ അവരേതെങ്കിലും പ്രോഡക്റ്റ് കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ ഇതൊരു സ്പോൺസേർഡ് പ്രോഗ്രാം ആണെന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്സ് ഇപ്പോഴത്തെ ഒരു ഓഡിയൻസിൻ്റെലോട്ട് വരുന്നുണ്ട്. അതായത് ഇപ്പൊ റീൽസ് കരിക്ക് കാണാനെങ്കിലും വരുന്നുണ്ടെന്ന് മാത്രമല്ല ജസീന, വന്ന ഉടനെ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യും, നിങ്ങളുടെ മൈൻഡ് സ്വിച്ച് ഓഫ് ആവും. അതെ, ഇപ്പം കരിക്കാണെങ്കിലും അതുപോലെ ഇതിന്റെ ഇടയ്ക്ക് അതിൽ ബെഡിന്റെ പരസ്യം വന്നിട്ടുണ്ട്. അപ്പോഴേക്കോർത്തോ മൈ ഗോഡ് ഇവർ ഇതുപോലെയൊക്കെ ചെയ്യാൻ തുടങ്ങിയോ എന്നുള്ള ആ ലെവലിലോട്ട് നമ്മുടെ തോട്ട് പ്രോസസ് ആസ് എൻ ഓഡിയൻസ് നമ്മുടെ തോട്ട് പ്രോസസ് പോകുന്നുണ്ട്. അല്ലാതെ അവർക്ക് റവന്യൂ മാനേജ് ചെയ്യാൻ പറ്റില്ല. ബട്ട് കരിക്ക് ഇസ് എ മച്ച് ബെറ്റർ പ്ലാറ്റ്ഫോം ദാൻ ഇൻ ടേംസ് ഓഫ് ഇന്റഗ്രേറ്റിംഗ് ആഡ്സ് ആൻഡ് മെനി അതർ പീപ്പിൾ. പക്ഷെ കരിക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ കരിക്ക് ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല. ബിക്കോസ് വി ഡു നോട്ട് തിങ്ക് ഇറ്റ് ആസ് വാല്യൂ ഫോർ മണി. ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അത്ര ആൾക്കാരെ പ്രൊഡക്റ്റ് അറിഞ്ഞുകൊണ്ട് പ്രൊഡക്റ്റ് മേടിക്കണം എന്നില്ല. There are two things. People will create awareness when you have an influencer posting, and second is getting intent to buy. So some people might have very few engagements but might create content where people end up buying it. അതൊന്ന്. സെക്കൻഡ്, അതൊരു കമേഴ്ഷ്യൽ ആയിട്ട് തോന്നരുത്. എന്നാൽ ഇത് കമേഴ്ഷ്യൽ ആണല്ലോ, ഒരു ലിമിറ്റേഷൻ ഉണ്ട് നമുക്കത്. അപ്പം ഒരു പോസ്റ്റിൽ സാധാരണ ഒരു സെലിബ്രിറ്റിക്ക് 1 ലക്ഷം ലൈക്സ് കിട്ടുവാണെങ്കിൽ സാധാരണ ഫുൾ ഫ്ലെഡ്ജ് കമേഴ്ഷ്യൽ ആണെങ്കിൽ 10,000 ആണെങ്കിൽ നമുക്ക് 30,000 35,000 എത്താനാണ് നമുക്ക് ആസ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് അതിന് 1 ലക്ഷം ലൈക്സ് കിട്ടാന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ഇറ്റ്സ് വെരി റെയർ. അപ്പം ഹോൾ ഐഡിയ ഇസ് ടു മാക്സിമൈസ് പോസിബിലിറ്റി വിത്തിൻ യുവർ കൺസ്ട്രെയിന്റ് സെറ്റ്. ജസീനയുടെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിരുന്നോ?
അത് ലൈക്ക് എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? അങ്ങനെയായിരുന്നു എന്റെ ഒരു ക്വസ്റ്റ്യൻ വരാനുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇല്ല, മിസ്റ്റർ രാഹുൽ അഡ്രസ് കഥയൊക്കെ ചെയ്തു അത്. കഥ പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ തന്നെ നോക്കുക. പല സെലിബ്രിറ്റീസിന്റെയും പോസ്റ്റിന്റെ അത് ഏത് പോസ്റ്റിനാണ് ഒരു ആഡ് നടത്തിയിട്ടും ഒരുമാതിരി എൻഗേജ്മെന്റ് വന്നേക്കുന്നത്. അങ്ങനത്തെ ഒരു 10-50-60 എണ്ണം കാണുമ്പോൾ മനസ്സിലാവും. ഒരു 1000 എണ്ണം കണ്ടാൽ ചിലപ്പോൾ 30-20 എൻഗേജ്മെന്റ് ഉള്ളത് കിട്ടത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനിപ്പം പറഞ്ഞു. ലിങ്ക്ഡൈൻ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇപ്പം പേഴ്സണൽ പ്രൊഫൈലിലേട്ട് നമ്മളെ ബിസിനസ് പേജിന്റെ എന്തെങ്കിലും ഒരു ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഇപ്പത്തെ കേസ് വെച്ച് നോക്കുന്ന ഫേസ്ബുക്ക് ആണെങ്കിലും ലിങ്ക്ഡൈൻ ആണെങ്കിലും എല്ലാത്തിനും അൽഗോരിതം പറയുന്നത് അതിന് അത്ര റീച്ച് കിട്ടുന്നില്ല. അതായത് എൻഗേജ്മെന്റ് ഞാൻ ഭയങ്കര കുറവാണ്. ഇല്ല, നെവർ ഷെയർ എ പോസ്റ്റ് ഓൺ ലിങ്ക്ഡൈൻ. ഇറ്റ് വിൽ ഗെറ്റ് യു നോ എൻഗേജ്മെന്റ്. ഇഫ് യു റിയലി ഇല്ല പോസ്റ്റ് ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് പോസ്റ്റ് ഇറ്റ് ആസ് എ പോസ്റ്റ്. ഡോണ്ട് ഷെയർ ഇറ്റ്. ഷെയർ കിൽസ് ദാറ്റ് ആൽഗോരിതം. Yeah, that's true. I mean, the algorithm kills the share rather. Sorry. Yeah. Are we done? I think we are supposed to done because it's 8:03 and the time is over. So I hope there was so many questions. ഒരുപാട് questions ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് അല്ലേ? Back to back questions ആയിരുന്നു. And somehow we managed. And Rafi, thank you for making this more active. Particularly Rafi ഒരു മാർക്കറ്റിംഗ് പേഴ്സൺ ആണ്. He's into this tech guy ആണ്, നമ്മളെ പോലെ അല്ല. So he must be having more questions. So before we end the session, I have a question from my end. ഞാൻ പലപ്പോഴും കണ്ട ഒരു മിസ്റ്റേക്ക് ആണ്, നേരത്തെ രാഹുൽ അതിനെ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്. വിത്ത് ദിസ് ക്വസ്റ്റ്യൻ വിൽ എൻഡ് ദ സെഷൻ രാഹുൽ. ചില ആളുകൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പോസ്റ്റർ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടുന്നു, അതിലൊരു പിച്ചിങ് ഉണ്ട്, അതിലൊരു മാർക്കറ്റിംഗ് ഉണ്ട്, പക്ഷേ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഏത് നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെന്നോ എങ്ങനെയാണ് ഇവരിലോട്ട് എത്തേണ്ടതെന്നുള്ള ഡാറ്റ ഉണ്ടാവില്ല. അങ്ങനെയുള്ള വലിയ മിസ്റ്റേക്ക് ചെയ്യുന്ന കുറെ പോസ്റ്റുകൾ കാണാറുണ്ട്. സോ വാട്ട് ഐ എം സെയിങ് ലൈക്ക് മാർക്കറ്റിംഗ് ഈസ് ദെയർ ബട്ട് ദർ ഇസ് നോ ഈ കസ്റ്റമർക്ക് ഈ പറയുന്ന ഇതിന്റെ ഒരു ഒറിജിനൽ ആൾക്കാരുടെ അടുത്ത് എത്താനുള്ള ഒരു ചാനൽ ഇല്ല. ദർ ഇസ് എ ഗ്യാപ്പ് വിച്ച് ആക്ച്വലി നോട്ട് സപ്പോർട്ടിംഗ് ദർ സെയിൽസ്. അവരുടെ സെയിൽസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. For that category of marketing, what is your advice? ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? Have you noticed this? And what is your advice to get the sale from each and every penny what we are spending for marketing? With that note, we can end the session. I am saying, if somebody really wants to find you once he sees the poster, then it is very easy to just Google you or go to Instagram, search for you and find out. But today's people are very busy in social media or whatever they do. So they want it easy and they want it only to be clickable. Like, so whatever you shared with me was very clickable into a WhatsApp group. So similarly, whatever you do, especially ads, so they're a very easy click to, call to actions where people can click and, those things are possible. Similarly, everywhere possible, I think putting that click on, pala integrations nadakunnundallo. So I think figuring that out is fine and making it easy for consumers to find you. Like when tomorrow we are planning to do a paper ad, we are putting 5 numbers to put, it's a contest. So we're putting 5 numbers for WhatsApp. But we're also putting a QR code for consumers to just scan and just send a WhatsApp message, because I think typing out the phone number itself, people don't want to do. So making it easy for consumers to reach you. And if they really want to reach you, there are ways to reach. But just making it easy is what you should target. I think you're on mute. Sorry. So we are actually ending this session over here. So there are one more question which we'll probably consider in the networking time. So thank you so much everyone for your valuable questions and your engagement in the chat box and with your voice note. And thanks Rafi for making it active. And Rahul, thank you so much for your time and by contributing your valuable wisdom, whatever you have in marketing. So at the end, do you have anything to say, Rahul? We are going to wind the session up. No, I think it's very interesting. And I hope I've made you think about something at least. So that's it. Thank you. Yeah. Thank you very much.